സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ചിത്രരചന മത്സരം ഉടൻ ആരംഭിക്കുന്നു. മത്സരാർത്ഥികൾ വേദി നമ്പർ 5 എത്രയും പെട്ടെന്ന്. നിന്റെ അപകർഷത ബോധമാണ് ഇത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. എന്റെ മിമിക്രി ബോസ് എങ്ങനെയാടാ? ഹായ്, ഫാന്റാസ്റ്റിക് വർക്ക്. ഐ ലൈക്ക് ഇറ്റ്. ഐ ലൈക്ക് ഇറ്റ് തുടങ്ങാം. പിന്നെ ഐ ലവ് യു. തറവാട്ടി പറഞ്ഞ പെൺകുട്ടികളൊക്കെ അങ്ങനെ ഉണ്ടോ? എവിടെയുണ്ടപ്പ അവള്? കാണില്ല. നീ വാ, ഇതോ അവിടെ നോക്കാം. ഇംഗ്ലീഷ് മീഡിയം ഉണ്ടോ? ഇംഗ്ലീഷ് മീഡിയംകാരും മലയാളം മീഡിയംകാരനെ പ്രേമിച്ച ചരിത്രമില്ലടാ. Hi Lily. Hi girls. Hi guys. Lily, how was the painting competition today? It was nice. Bada. Only English. Understand? Hi Manu. അതൊക്കെ ഞാൻ അറിഞ്ഞു. രാഹുൽ, this is Manu. സ്റ്റൈല് നോക്ക് നീ. കോംബ്ലാന്റെ പരിസരത്തിലെ ചക്കനെ പോലെ തന്നെ. Hi Manu, I am Rahul. Lily and me are classmates. By the way, you boys from which school? I have already seen you somewhere. നീ തോർന്നു അവളെ കേൾക്കാൻ എന്തുണ്ടെന്ന് ഇംഗ്ലീഷിൽ പറയടപ്പാ. I am a Complan boy.
കോമ്പളാൻ പോയി എത്ര വേറെ ഒന്നും കിട്ടിയില്ലടാ നിനക്ക്. നീ അത് വിട്രാ മനു. അവള് നിന്റെ അടുത്ത് വന്ന് അതിലേക്കിട്ട് പറഞ്ഞതേ നിന്റെ ഈ കഴിവ് കണ്ടിട്ടാണ്, അല്ലാണ്ട് ഇംഗ്ലീഷ് ഒന്നുമല്ല. ഞാൻ തരൂരില്ല എന്റെ മാമേ, മദ്രാസിലെ വലിയ കമ്പനിയിലാണ് ജോലി. ആർക്കും വലിയ പഠിപ്പൊന്നുമില്ലടാ, പിന്നെ എങ്ങനെ ജോലി കിട്ടിയെന്നറിയോ? ആള് നിന്നെ പോലെ നല്ല സൂപ്പറായിട്ട് വരയ്ക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പഠിപ്പിലൊന്നും വലിയ കാര്യമില്ല. നിന്റെ ഈ കഴിവ് മതി മോനെ, നീ വൺ സെറ്റപ്പ് ആവും. എന്നിട്ട് വേണം നമുക്ക് ആ രാഹുലിന്റെ മുമ്പിൽ ഒരു മാരുതി കാരൽ വന്നിറങ്ങാൻ. പാലിച്ചാണോ? നിന്റെ ഈ കഴിവ് മതി മോനെ, നീ വൺ സെറ്റപ്പ് ആവും. മനു ആ പൊന്തിയുന്ന ഭാഗത്ത് അടന്നു പോയിട്ടാ. ഈ അടന്നു പോയത് എന്താണ്ടാ ചെയ്യാൻ പറ്റുക? നോക്കടാ, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ആണോ? നീ സംഭവം എന്ത് പണിയുണ്ടോ? അറിഞ്ഞോണ്ടല്ലോ ഒരു ആവേശത്തിന്. എന്നാലും നോക്കി എനിക്ക് ഉറപ്പാണ്ടാ മനു, നിന്റെ ഈ ഒരു ഒറ്റ കഴിവ് നീ വലിയ സെറ്റപ്പ് ആവും. ഇനി മേലെ നീ കഴിവ് വരണം പറഞ്ഞ എന്റെ അടുത്ത് വന്ന കൊല്ലും ഞാൻ പറഞ്ഞേക്കാം. ഇത് കേട്ടിട്ടാണ് 10ൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു ഞാൻ +2 പൊട്ടിയത്. പാസ്സായെങ്കിൽ വല്ലാതെ ഗൾഫിലും പോയി രക്ഷപ്പെട്ടെന്നെ. ഇതൊക്കെ ഒരു അന്ധവിശ്വാസം മനു. ഈ +2 പാസ്സായി ഞാൻ രക്ഷപ്പെട്ടാണ്. ഹലോ കോംപ്ലാൻ ബോയ്സ്, നീ ഇപ്പോഴും ഇതിൽ നല്ല പിടിവിട്ടില്ലേ? രാഹുല് അദ്ദേഹത്തിന് നമ്മുടെ അടുത്ത് എന്ത് ഇഷ്ടം നോക്ക്. ഇവന്റെ മുന്നിൽ ഇതുപോലെ വന്ന് ഇറങ്ങണമെന്ന് സ്വപ്നം കണ്ട് നമ്മള് ഇറങ്ങണതല്ലേ 11 ശാപം. ആ രാഹുലെ, നീ ബാംഗ്ലൂരിൽ എപ്പോ വന്നോ? നമ്മളിനൊക്കെ കാണുമ്പോ നിർത്താൻ തോന്നിയല്ലോ, വലിയ കാര്യം. ഞാൻ ഒന്ന് മൂത്രമൊഴിക്കാൻ നിർത്തിയാണ്ട് അപ്പോഴാണ് നിങ്ങളുടെ കണ്ടത്. ചെയ്യണ്ടെന്ന് പറയുന്നത് പണ്ടേ ഇവൻ ചെയ്യുള്ളൂ. പറഞ്ഞോളൂ, നിന്റെ കല്യാണം. ആ അല്ല, ഞാനത് നിന്നെ വിളിക്കാൻ എന്റെ നമ്പർ. എങ്ങനെ നിക്കണടാ നീയൊക്കെ ഇവിടെ? എന്ത് പറഞ്ഞോളൂ, നിന്റെ വെഡിങ് കാർഡ് ഡിസൈൻ ചെയ്യുന്നത് നമ്മുടെ വിജയല്ലേ? ആ, അത് നീ എങ്ങനെ അറിഞ്ഞു? സിമ്പിൾ ബട്ട് മീനിങ്ഫുൾ അല്ലേ? ആ ചന്ദൻ തിരിഞ്ഞിപ്പുറത്തെ ഒരു റീത്തും കൂടെ വെച്ചാൽ വളരെ നന്നായിരുന്നു. എടാ, മരണക്കുറി അടിക്കാനല്ല, എന്റെ കല്യാണക്കുറി അടിക്കാനല്ലേ ഞാൻ നിന്നോട് പറഞ്ഞേ. നീ ആദ്യം ആ ബ്ലാക്ക് കളർ ഒന്ന് മാറ്റി. ബ്ലാക്ക് മാറാൻ പറ്റില്ല. ബ്ലാക്കിന്റെ ഫേവറേറ്റ് കളറാ. എടാ, നിന്റെ അല്ല, എന്റെ ആണ് കല്യാണം എന്ന് വെച്ചാൽ എനിക്ക് ഡിസൈൻ എസ്തെറ്റിക്സ് വിട്ട് കളിക്കാൻ പറ്റുമോ? പിന്നെ ബ്രോയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ബ്രോ തന്നെ ഡിസൈൻ ചെയ്തോ. എനിക്കിതൊക്കെ ചെയ്യാൻ അറിയാണെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അറിയാൻ പാടില്ലാത്ത കാര്യത്തിൽ അഭിപ്രായം പറയാൻ നിൽക്കരുത്. ഈ കമ്പ്യൂട്ടർ വെച്ചിട്ടുള്ള ഡിസൈനിങ് പരിപാടിയൊക്കെ അറിയാന്നുള്ള അഹങ്കാരമാണ് നിനക്ക്. നിന്റെ ഒന്നും സഹായമില്ല ഇത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. That's the spirit. I wish you very happy married life. പ്രഭു, കുറച്ച് പാള കിട്ടോ? പാളയാ? ആടാ, കൗങ്ങിന്റെ. നീ നമ്മളെ കളിക്കാൻ വരുന്ന പിള്ളേരെ കൂട്ടിക്കോ. ആ ശരി. മുന്നോട്ടിതായെല്ലാം സഞ്ചാരമേ, ഇന്നാവുന്നോരോ നേരവും മാറിടും നാളെയാ.
ആരും ഇതൊന്നും തയ്യുന്നില്ലട്ടോ. കല്യാണ തലേന്ന് ഇത്രയും ആൾക്കാരാ, എന്താണ്ടപ്പോ അതില്ല. എന്താണ് അവിടെ പരിപാടി? പോയിട്ട് അവിടെ കാച്ചാറിനോട് ഗുമ്മില്ലല്ലേ നീ? ഉഗ്രനായിട്ടുണ്ട്. നിന്റെ മനസ്സ് ശരിയല്ലാണ്ടാണ് വന്നിരിക്കുന്ന വേണ്ട വയറും നോക്കിയിട്ട് തൂമക്കണ്ണ എന്താ പിന്നെ ഹരിയേട്ടാ നോക്കിന്ന്. ഈ ചക്കന്മാരനെ കൊണ്ട് എന്താ ഉമ്മാര് കാട്ടിയെടുക്കുന്നത്? എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ മനോഹരനാള് മിടുക്കനാണ്ടാ. നല്ല പഠിപ്പും വിവരമുള്ള പെണ്ണിൽ തന്നെ ചക്ക ഒപ്പിച്ചെടുത്തില്ലേ? മരുമാനെ കുറിച്ചായി പറയണത്. ഓ കേട്ടു. ചക്കന് പഠിപ്പില്ലെങ്കിലും പഠിപ്പുള്ള പെണ്ണ് നോക്കിയിട്ടാണ് പിടിച്ചത്. അതന്നെ അവിടെ പോയിട്ട് ചിറ്റലഞ്ചേരിയിലെ ഒറ്റത്തർ ബിൽഡിംഗ് കൊണ്ടൊരു പ്രഭാകരന്റെ മരുവനാന്ന് പറഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ എങ്ങനെ കിട്ടാൻ ഇവിടെ പെണ്ണിനൊക്കെ അതിനുള്ള സുൽക്കാന്തിക്ക് അവന്റെ കയ്യിലുണ്ട്. ഓ ഇവിടെ ഉണ്ടായിരുന്ന കേൾക്കണില്ല. ഞാൻ നിന്റെ ശുഷ്കാന്തിയെ കുറിച്ച് പറയായിരുന്നേ. പറ. ശുഷ്കാന്തി കേൾക്കണില്ല. വർഗീസേട്ടാ, നിങ്ങൾ തന്നെ കാര്യങ്ങൾ അവന്റെ അടുത്ത് രഹസ്യമായിട്ട് പറഞ്ഞ് മനസ്സിലായിട്ടോളി. കിട്ടുന്നേ അതൊക്കെ പിന്നെ ചെയ്യാൻ നീ ഇറങ്ങിയോ? എനിക്കിതിപ്പോ പറഞ്ഞേ പറ്റും. എന്താ 2 മിനിറ്റ് ഞാനിപ്പോ വരാം. ഇത് തീർത്തിട്ട് വരാം. എടാ അവളില്ലേ? എടാ നീ കെട്ടാൻ പോണ പെണ്ണില്ലേ ലതിക, അവള് വേറൊരുത്തോണ്ട് ഒളിച്ചോടി പോയെന്ന്. ആ പാട്ടപ്പം നിന്നു. ആൾക്കിട്ട് ശ്വാസം കിട്ടിട്ടെ പുറത്തേക്ക് പോകുന്ന എല്ലാരും. നിങ്ങൾ വെറുതെ കിടന്ന് ചത്തോണ്ടാകാണ്ടിരിക്കുക. അവന് കുഴപ്പമില്ലാന്ന്. അതെ, അവള് നിനക്ക് തരാൻ വേണ്ടി ഒരു ലെറ്റർ നമ്മുടെ ലീലയെ ഏൽപ്പിച്ചിരുന്നു. ലെറ്റർ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? പതുക്കെ പറഞ്ഞോട്ടെ. പെണ്ണ് ചാടി പോവുക മാത്രല്ല ലെറ്റർ ഒക്കെ കൊടുത്തു വിട്ടുണ്ട്. ഇത്രേ വാ വായിക്കാം, പ്രേമലേഖനം വായിക്കാം. വെരി എല്ലാരും കയറി വരും. ഞാൻ വായിക്കാം. എന്നാൽ നീ വായിക്കി. ഇല്ല, ചപ്പക്കുട്ടി അടിച്ച് മൂളിക്കും ഞാൻ. വായിക്കി. പ്രിയപ്പെട്ട മനുവേട്ട, എനിക്ക് നിങ്ങളോടൊരു ഇഷ്ടക്കേടുമില്ല. പക്ഷേ ഈ ബോർഡും ബാനറും എഴുതിയ നിങ്ങൾക്ക് കിട്ടണ പൈസ സത്യം പറഞ്ഞ എന്റെ ഒരു മാസത്തെ മൊബൈൽ ബില്ലിന് പോലും തികയില്ല. ഇതൊന്നും പറഞ്ഞ എന്റെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലാവില്ല. എനിക്ക് എന്റെ കാര്യം നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് സേഫ് ആണെന്ന് തോന്നുന്ന ഒരാളുടെ കൂടെ ഞാൻ പോവുക. ശുഭദിനം നേരുന്നു. നല്ല ഹാൻഡ് റൈറ്റിംഗ് അല്ലേ? അവളുടെ അടുത്ത് പോവാൻ പറ. നിനക്കെന്താ ഈ നാട്ടിൽ നല്ല പെണ്ണ് വീട്ടിലാന്ന് വിചാരിച്ച് മറ്റൊരാളെ കണ്ടുപിടിച്ച് നിന്റെ കല്യാണം നമ്മൾ നടത്തും. നിശ്ചയിച്ച മുഹൂർത്തത്. നടക്കില്ലടാ. നടക്കൂതാന്ന് എനിക്കറിയാം. നീ വാ വരാൻ. സരസ്വതി ചേച്ചിക്ക് ഒരു മോളുണ്ടല്ലോ. ശരിയാണല്ലോ. സരസ്വ ഞാൻ വിളിക്കാന്ന്. വിളിക്കടാ. സരസ്വതി ചേച്ചി നീ ചോദിക്കടാ. നമ്മളെ ചേട്ടനല്ലേ, ചോദിക്കടാ. ബാലേട്ടാ, മോളെ കെട്ടിച്ച് തരുമെന്ന്. മറ്റേ ഗൾഫിലുള്ള മനല്ലേ? അതിനെന്താ മകനെ നോക്കാലോ. ഗൾഫിലുള്ള മനല്ല, നമ്മുടെ നാട്ടിലുള്ള നാട്ടിലുള്ള മനു വേണ്ടേ വേണ്ട. കളവന്റെ കൊറട്ടാണ് നോക്കി പറഞ്ഞ പൊട്ടിച്ച. നീ ആ പട്ടി അഴിച്ചു വിടും. അല്ല ഗൾഫിലുള്ള മനു. ഗൾഫിലുള്ള മനു ഈന്തപ്പഴം തൊണ്ടായി കുടുങ്ങി ചത്തു. അല്ല, നാട്ടുകാരനെ പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഈ ചുമരുമ്പിൽ പെയിന്റ് അടിച്ച് നടക്കണം ഇവനൊക്കെ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും പെണ്ണ് കൊടുക്കുവോ? ചോദിക്കുമ്പോ എന്തെങ്കിലും ബിസിനസ് ആണെന്ന് പറയണോ? എന്നിട്ട് കെട്ട് കഴിഞ്ഞിട്ട് പെണ്ണിന്റെ പണ്ടും മാലയൊക്കെ വെച്ച് എന്തെങ്കിലും തുടങ്ങിയാ പോരെ? അതല്ല ഇപ്പത്തെ നാട്ടു നടപ്പ്. മനോഹരൻ പാലുകൂടി അന്നേ ഞാൻ പറഞ്ഞതാണ്, ഇങ്ങനത്തെ പേരൊന്നും ഈ ചെക്കന് ചേരില്ലാന്ന്. ഇനി എന്താ ആട്ടം കാണാൻ നിൽക്കാണ്? വാ. എന്ത് മനുഷ്യനാണിത്? സുമതിയെ വരുണ്ടോ നീ?
എന്നാലും എല്ലാം കഴിഞ്ഞപ്പോ നിന്റെ മാമന്റെ ആ ഡയലോഗ് മറിഞ്ഞു വീണതിനെ എറിഞ്ഞു വന്ന പോലെ ആയിപ്പോയി. പക്ഷെ ആൾക്കാർ പറയണ സത്യം ടോളി, ഈ ഫ്ലെക്സുകാർ വന്ന പിന്നെ ആർട്സുകാർക്ക് പിച്ചക്കാരന്റെ വില പോലും ഇല്ലാണ്ടായി. ഒന്നും മിണ്ടാതിരിടാ. നീ ഇതേ ആ ബോർഡ് കണ്ടോ? പണ്ട് ഇവരുടെ എല്ലാ വർക്കും ഇവന്റെ അച്ഛൻ തന്നെ ചെയ്തിരുന്നേ. രാത്രി ആവുമ്പോ ഒരു വീടിയും വലിച്ച് ആ ബോർഡിന്റെ മുമ്പിൽ വെച്ച് കെട്ടിയ മുളയമ്മേലി കയറിയ ആളൊരു ഇരിപ്പുണ്ട്. നേരം വെളുത്ത് ഞങ്ങൾ നോക്കുമ്പോ നല്ല ആപ്പിളിന്റെ നിറത്തില് മമ്മൂട്ടിയും മോഹൻലാലും ശോഭനയൊക്കെ നമ്മളെ നോക്കി അങ്ങനെ ചിരിച്ചിരിപ്പുണ്ടാവും. ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് വാവിളിച്ച് നിന്നു പോയിട്ടുണ്ട് ഞങ്ങള്. ഇപ്പോഴീ ഫ്ലെക്സിൽ അടിച്ചു വെക്കുന്ന ഏതെങ്കിലും ഒരു ബോർഡ് കാണുമ്പോ നിനക്കൊക്കെ അങ്ങനെ തോന്നാറുണ്ടോ? ആർട്സുകാരനൊന്നും ആർട്സുകാരൻ തന്നെ. അതൊക്കെ പണ്ടല്ലെന്ന് വർക്കേട്ടാ. ഇപ്പൊ നമ്മുടെ ദുൽഖർ സൽമാനും നിവിൻ പോളി എന്തിന് നയൻതാര വരെ ഏത് കളറിൽ വേണമെങ്കിലും ദാ പറയുമ്പോഴേക്കല്ലേ ഫ്രഷ് പ്രിന്ററിൽ പ്രിന്റ് അടിച്ച് വരണത്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ വായും പൊളിച്ചേക്കണ ഫീല് അതിനല്ലേ വർക്കേട്ട ഇന്നിപ്പോ ഫോട്ടോഷോപ്പ് ഉള്ളത്. ഇന്ന് ഇത് അറിയണവനാണ് ഈ ഫീൽഡിൽ രാജാവ്. ഇതൊന്ന് പഠിക്കുന്ന അത്ര കോത ഞാൻ അവനോട് പറഞ്ഞു. മനു ആരാ? ലതിക. ഇവള് ഒളിച്ചോടിയത് ഇവന്റെ ഒപ്പാണ്. അപ്പൊ അവനെന്നാ ഡിസൈൻ കൊള്ളാക്കിയത് വേണം വെച്ചിട്ടല്ലേ? ഇവനാ രാഹുലിന്റെ കസിനല്ലേ? ആന്ന്. ചെക്കനെ പിടിച്ച് ഞാൻ കെട്ടിച്ച് മാമ എല്ലാം പ്ലാൻ ആയിരുന്നു. മനു മനു ഞാൻ പറയട്ടെ. വേണ്ട മനു, ഇവരെല്ലാരും കൂടെ എന്നെ പൊട്ടനാക്കല്ലേ വർഗീസേട്ടാ. എനിക്ക് ചോദിക്കണം, എനിക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഇവനുള്ളതെന്ന് എനിക്ക് ചോദിക്കണം. അതിന് നിനക്ക് എന്ത് പ്രത്യേകത ഉള്ളത്? വല്ല പ്രത്യേകത ഉണ്ടായിരുന്നെങ്കിൽ പെണ്ണ് ഇട്ടിട്ട് പോവോ? അവള് കെട്ടിയിരിക്കണ ചെക്കനുണ്ടല്ലോ, അവള് വലിയ ഡിസൈനർ ആണ് ഇത്ര. അവനിഞ്ഞ് ഇവിടെ വരാൻ പോവാണ്, എന്റെ ഈ ബിൽഡിംഗിൽ. ഇവിടെ നമ്മുടെ ചിറ്റിലഞ്ചേരിയിൽ ആദ്യത്തെ ഫ്ലക്സ് പ്രിന്റിംഗിന്റെ യൂണിറ്റ് തന്നെ തുടങ്ങാൻ പോവാണ്. ഈ വിജയും നമ്മുടെ രാഹുലും കൂടെ മിടുക്കന്മാരാണവര്. കാലം മാറുമ്പോ കോലവും മാറണമെന്നാണ് കാരണവന്മാര് പറയാറ്. നമ്മൾ ഇനി ഈ കടയും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നിട്ടൊരു കാര്യമില്ല കേട്ടോ. അതവിടെ വെച്ച്. ശരി ചേട്ടാ. മനുവേ, ഞാൻ ആലോചിക്കുകയായിരുന്നേ, ഇപ്പോഴേ നിനക്ക് വർക്ക് കുറവാ. ഇനിയിപ്പോ തൊട്ടടുത്തൊരു ഫ്ലെക്സ് പ്രിന്റ് യൂണിറ്റ് കൂടെ വന്നാ നീ വീട്ടിൽ പോയിരിക്കേണ്ടി വരും. ഞാനൊരു കാര്യം പറയട്ടെ, അവന്മാർക്ക് മുമ്പേ അങ്ങനെ ഒരു ഫ്ലെക്സ് പ്രിന്റ് യൂണിറ്റ് നിനക്ക് കൂടെ തുടങ്ങിക്കൂടെ? അത് കറക്റ്റ്. നിനക്കിട്ട് പണിതല്ലേ, നീ തിരിച്ചു പണി കൊടുക്കണം. നിങ്ങൾ ഇത് എന്തറിഞ്ഞിട്ടാണ് വർക്കേട്ടാ? ഇതൊക്കെ ഒരുപാട് കാശ് ചെലവുള്ള പരിപാടിയാണ്. കാശിന്റെ കാര്യം നീ വിട്. ഞാൻ വിട്ട്, കാരണം എന്റെ കാശില്ല. അതല്ലെന്ന്, അത് വർഗീസേട്ടൻ ഒപ്പിച്ചേരില്ലേ? അതേടാ മനു, നമുക്ക് നോക്കാന്ന്. നിങ്ങളുടെ തലക്ക് കാറ്റുണ്ടെന്ന്. ഈ പറയണ ഒരു ഫ്ലെക്സ് പ്രിന്ററിന് മാത്രം എത്ര പൈസ വരുന്ന അറിയാം? ഒരു 2 ലക്ഷം ഒക്കെ വരുമോ? ഏയ്, ഒരു 25 ലക്ഷം. അപ്പൊ ശരിയാണ്. 25? ഇതൊക്കെ ആദ്യം പറയണ്ടേ നീ? ഇതാ ഇത് നോക്ക്, സംഭവം ഫുള്ള് ചൈനീസ് ബ്രാൻഡാണ്. പക്ഷെ നീ വിചാരിക്കണോളൂ 25 ആവില്ല. ഒന്ന് ചവിട്ടി പിടിച്ച് ഒരു 15 ഉറുപ്പിക്ക് ഒപ്പിക്കാം. വർക്കാവോ? ഈ ചൈന പഴയ പോലൊന്നല്ല. ഈ ആപ്പിളിന്റെ ഐഫോൺ വരെ ഇപ്പൊ ചൈനയിൽ ഉണ്ടാക്കുന്ന അറിയോ നിനക്ക്? തുറന്നു. ഈ ആപ്പിളിന്റെ കാര്യം പറയുമ്പോഴേക്കും മാങ്ങ വന്നു. എടാ മനു, കോയമ്പത്തൂർ ഒരു അലിബായി, അയാൾ ഈ പഴയ ഫ്ലെക്സ് പ്രിന്റർ ഒക്കെ എടുത്ത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുവത്രേ. നമുക്കൊന്ന് നോക്കിയാലോടാ. വേണം. എനിക്കെന്തായാലും കോയമ്പത്തൂർ പോവേണ്ട കാര്യമുണ്ട്. നീ വാ. നീ ആ പ്രഭുവിനെ ഇനി ചക്കയില്ലേ? തേങ്ങയുണ്ട്, ഇത് വാങ്ങി. അണ്ണ അലിബായുടെ കടയൊക്കെ ചേട്ടാ. ഇയാൾ ഏത് മുക്കിലാണ്ടപ്പാ കട വെച്ചിരിക്കണത്? അലിബായുടെ കട. അലിബായ് അന്ത പക്കം. ഏത് പക്കം? കുറെ നേരം. அண்ணா இங்க இந்த அலிபாய் கடை எங்க இருக்கு? அலிபாய் கடையா? இதோ அங்க இருக்கு. அண்ணா இந்த எம்ஜிஆர் கடை சூப்பரா இருக்கு. இல்ல இல்ல, கண்ணு சூடு படரும், சொன்னா புரிஞ்சுக்கோ. അതൊക്കെ ഒരു അന്ധവിശ്വാസം അല്ല അണ്ണാ. ഇങ്ങോട്ട് നോക്കിയ പകർന്ന എന്നടാ പൈറ്റക്കാരനാ പുരിയാതെ വന്നാதான் தெரியும். சும்மா கொஞ்சம் புத்தி சொல்லி கொடுங்க. അലിബായുടെ കട ഇതാ ചേട്ടാ.
അമ്പോ ഭയങ്കര സെറ്റപ്പ് ആണല്ലോ. வாங்க இடம் கண்டுபிடிக்கிறது கஷ்டப்பட்டீங்களா? ഭായി ഞങ്ങളൊരു മിഷൻ നോക്കാൻ. இதெல்லாம் ஓடுறாய் கழிஞ்சும் உங்களுக்கு பிடிச்சிருந்தா ஞான் இவனை சரியாக்கி தரான். பழசு நினைக்காதீங்க, அவன் அந்த காலத்து சிங்கம். 4.5 ലക്ഷമാണ് വില. ഫുൾ പണമും അഡ്വാൻസാ കിട്ടിയാലേ എനിക്ക് വർക്ക് തുടങ്ങാൻ പറ്റും. കാരണം ഇതെന്റെ ഹെഡിന് മാത്രം 3 ലക്ഷം രൂപ. അപ്പുറം 1.25 ലക്ഷം രൂപ ബോർഡ് അത് ഇതുக்குன்னு ആകും. ബാക്കിയുള്ള 25,000 എന്നോட സർവീസ് ചാർജ്. എന്നമ്മാ ഒരു നിമിഷം ഇരുங்க. யாருமா லைன்ல? സംഭവം കുറച്ച് റിസ്ക്കാ. ആളിതിന് വാറണ്ടി ഒന്നും പറയണില്ല. 4.5 ലക്ഷമാണ് മൊത്തത്തിലുള്ള വില. സ്കൂളിൽ ഒരു കുഴപ്പമില്ല. എന്താണ്ടാ ഇത്രയും സെറ്റപ്പ് ഒക്കെ ഉള്ളതല്ലേ? ഒരു കുഴപ്പമില്ല. അല്ല, ഈ പ്രിന്റർ ശരിയാക്കുന്ന മാത്രമല്ലല്ലോ, ഇത് ശരിയാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കൊണ്ടുപോയി ഡിസൈൻ ചെയ്യാൻ അറിയുന്ന വേറെ ആളിനെ വെക്കണ്ടേ? വേറെ ആളിനെ വെക്കേ? മനു, നീ എന്നെ ഫോട്ടോഷോപ്പ് പഠിക്കണം. ഇതൊന്ന് പഠിക്കാൻ എത്ര കാലാ ഞാൻ നിന്റെ അടുത്ത് പറയണു. ഇതാകുമ്പോ വിലയും ഒരു 10-15 ലക്ഷം രൂപയ്ക്ക് പുറത്ത് കിട്ടാനുള്ള സാധനമാണ് വെറും 4 ലക്ഷം രൂപയ്ക്ക് തരാൻ അയാൾ പറയണു. നീ ഇവൻ പറഞ്ഞ ഈ മറ്റേ ഷാപ്പിന്റെ പണിയൊക്കെ ഫോട്ടോഷോപ്പ് അതൊക്കെ ഒന്ന് പഠിക്കണ്ട മനു. നീ കെട്ടായിരുന്ന പെണ്ണിനെ അവന് കൊണ്ടുവാങ്ങി അവനൊക്കെ തുടങ്ങായിരുന്ന അതേ സ്ഥലത്ത് അതിന് മുൻപേ ഒരു ഫ്ലെക്സ് പ്രിന്റ് യൂണിറ്റ് നീ തുടങ്ങാം. ചിറ്റ്ലഞ്ചേരിത്തെ ആദ്യത്തെ ഫ്ലെക്സ് പ്രിന്റ് യൂണിറ്റ് അത് രാഹുലിന്റെ ആയിരിക്കില്ല, നിന്റെ ആയിരിക്കും. എന്താ എന്ത് തീരുമാനിച്ചു? അലിഭായ്, ഞങ്ങൾ റെഡിയാണ് അലിഭായ്. പൈസ റെഡിയാക്കാൻ ഞങ്ങൾ കുറച്ച് സമയം വേണം. അതുവരെ ഇവനെ വേറെ ആർക്കും കൊടുക്കരുത്. കണ്ടിപ്പല്ല. ശരി. അപ്പൊ ശരിയാണേ. വണക്കം. കണ്ണൊക്കെ പേരെന്താന്ന് പറഞ്ഞു? ഖുഷ്ബു. ഖുഷ്ബുവാ. ഞാൻ പ്രഭു. പ്രഭു. ഓ അപ്പൊ ശരി. പ്രിന്റർ തൂക്കുന്നതുക്കാകെ തിരുമ്പി വന്നിരും. ബൈ. കണ്ണുക്ക് ഏതാ ആച്ച്. എന്താണ് നോയിക്കൊണ്ടിരിക്കണത്? ചെങ്കണ്ണാണ്, കണ്ണസുഖാണ്, പകരും. അന്ധവിശ്വാസമാണ് പകരില്ല. ഞാൻ മാറില്ല. ഇതെന്ത് കർമ്മണ്ടപ്പോ. ഇവിടെയും കൂടി ഒരു 2 ആഴ്ചക്കുള്ളില് ലോൺ ഞാൻ റെഡിയാക്കി തരാം. ബാക്കി കാര്യങ്ങൾ പടപടാനാക്കിക്കോ മനോ. മാമന്റെ അടുത്ത് ഞാൻ സംസാരിച്ചു. കടയുടെ കാര്യത്തില് രാഹുൽ ഇതുവരെ ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. ഒരു മാസത്തെ സമയം ചോദിച്ചിരിക്കാം. അതിന്റെ ഇടയിൽ നമുക്ക് അഡ്വാൻസ് കൊടുക്കാൻ പറ്റിയ. സോറി. വാ. ഇനി കൊറേ കാലമായിട്ടുള്ള ഇവന്റെ ആ പരാതി അങ്ങോട്ട് തീർക്കാം. അല്ലെന്ന് പറയട്ടാ. ഇവനെന്ത് പരാതി? ഓ, ഫോട്ടോഷോപ്പ്. ഏതായാലും താ വന്നത് കറക്റ്റ് സമയത്താണോ വരും. ഇതൊക്കെ പഠിച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് നിലനിൽക്കാൻ പറ്റൂ. ഫോട്ടോഷോപ്പ് ഒക്കെ പഠിപ്പിക്കാൻ പറ്റിയ നല്ല കിടലുള്ള ആള് നാളെ കാലത്ത് ഇവിടെ ജോയിൻ ചെയ്യാൻ പോവാ. പിന്നെ ഞങ്ങളങ്ങട് പോടോ. ഈ ടെസ്റ്റ് അലർജിയും കഷണ്ടിയും ഒരുമിച്ച് വന്ന വലിയ പ്രശ്നമല്ലേ? മനു, നമുക്ക് ഇവിടെ തന്നെ വേണം. ടൗണിൽ വേറെ വല്ല നല്ല സെറ്റപ്പ് നോക്കണം. വേണ്ട, ഫോട്ടോഷോപ്പ് ഒക്കെ അറിയണ ഒരു കിടലൻ കക്ഷി വരാൻ പോകുന്നല്ലേ ആള് പറഞ്ഞേ. അടിപൊളിയാവും. മാലു, എനിക്കതിന് ഫോട്ടോഷോപ്പ് അറിയില്ല. എന്റെ ശ്രീജ, നീ MCA ഒക്കെ ചെയ്തതല്ലേ? ബാക്കി സോഫ്റ്റ്വെയർ ഒക്കെ നിനക്ക് അറിയുകയും ചെയ്യാം. ഫോട്ടോഷോപ്പ് ഒക്കെ പിന്നെ പഠിച്ചെടുത്താൽ മതി. വേറൊരു ജോലി ശരിയാവുന്നവരെ ഇതൊക്കെ അറിയാന്ന് പറഞ്ഞ് ഇവിടെ പിടിച്ചു നിൽക്കുക. അത്ര തന്നെ ഐഡിയ. എന്നാലും ഇല്ല. സുധിയേട്ടനെ എനിക്ക് കോട്ടയത്ത് വെച്ചേ അറിയാം. അങ്ങനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ. ഇവിടുത്തെ വിവിധ കോഴ്സുകൾക്ക് ഒന്നിൽ കൂടുതൽ ഫാക്കൽറ്റിനെ വെക്കാൻ പറ്റാത്തോണ്ടൊന്നുമല്ല. പകരം എല്ലാ കോഴ്സുകൾക്കും കൂടി എല്ലാ സോഫ്റ്റ്വെയർ അറിയാവുന്ന ഒരാളെ വെക്കാൻ. അതല്ലേ ഹീറോയിസം? അത് തന്നെയാണ് ഹീറോയിസം. താങ്ക്സ്. കുട്ടിക്ക് എല്ലാ സോഫ്റ്റ്വെയർ അറിയാലോ അല്ലേ? നിങ്ങൾ പറഞ്ഞതിനെക്കാട്ടിലും കൂടുതൽ അറിയാം സുധിയേട്ടാ. ഓക്കെ, അപ്പോ കുട്ടി നാളെ തന്നെ ഒന്ന് ജോയിൻ ചെയ്തോളൂ. ഓക്കെ സർ, താങ്ക് യു. അമ്മേ, എന്നൊന്ന് അനുഗ്രഹിക്കും. തലയ്ക്കകത്ത് ആവശ്യത്തിനുണ്ട്. ഇനി പുറത്തൂടെ ആക്കണം.
ശുഭോ. അബീഷ്, സുരേഷ്, രാകേഷ്, രതീഷ്. മോർണിംഗ് ബാച്ചിൽ മൊത്തം 6 സ്റ്റുഡൻസാ ഉള്ളത്. അതിൽ 5 പേരും പഠിക്കാൻ വന്നിരിക്കുന്നത് ടാലിയ. ടാലി അറിയാന്നില്ല പറഞ്ഞു. അറിയാം സർ. പിന്നെ ഒരാളുള്ളത് ഫോട്ടോഷോപ്പ് പഠിക്കാനാ. സാധാരണ എല്ലാവരും ഈ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പഠിക്കാനാണ് ഇവിടെ വരാറ്. ആദ്യമായിട്ട് ഒരാള് ഫോട്ടോഷോപ്പ് പഠിക്കാൻ വേണ്ടി വന്നെ. അപ്പൊ നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അതെ. ഗുഡ് മോർണിംഗ്. ഞാൻ ശ്രീജ. നിങ്ങളൊക്കെ ടാലി പഠിപ്പിക്കാൻ വന്നാണ്. അല്ല അപ്പോ ഫോട്ടോഷോപ്പ്? ഫോട്ടോഷോപ്പും ഒരു മിനിറ്റ് ഞാൻ ചെയ്തു. ആ ഗേറ്റ്വേയിലുള്ളവർക്ക് ഞാൻ പറഞ്ഞ അവിടെ കമ്പനിയുടെ പേരൊന്ന് എൻ്റർ അഡ്രസ് ഓൾട്ട് F3 ആണ് കമ്പനി ക്രിയേറ്റ് ചെയ്യാനുള്ള എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതിൽ കമ്പനി നെയിം ആഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഇതുവരെ ചെയ്തില്ലേ? ഇതത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല, ഭയങ്കര സിമ്പിൾ ആണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. എല്ലാം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ചെയ്യാം. ഇത് ആദ്യം ഒരു കമ്പനി നെയിം ടൈപ്പ് ചെയ്യും. ഗേറ്റ്വേയിലുള്ളതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഫിൽ ചെയ്തോളൂ. 1 മിനിറ്റ്. അത് കറക്റ്റ്. നെക്സ്റ്റ് ഇനി അയക്കും കൂടെ ഒന്ന് പറഞ്ഞു. അത് മിസ്, അപ്പോഴേക്കും ഞങ്ങളിത് നോക്കാം. ഓക്കെ, ഇരുന്നോ. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തോളൂ. ഇതിലിപ്പോ എവിടെയാണ്ടാപ്പാ? ഇതിലേതാ? എനിക്ക് കമ്പ്യൂട്ടറിനെ പറ്റി അങ്ങനെ വലിയ അറിവൊന്നുമില്ല. അപ്പൊ ഒട്ടും അറിയില്ലേ? അപ്പൊ നമുക്ക് ഫോട്ടോഷോപ്പിന് മുമ്പ് കുറച്ച് ബേസിക്സ് പഠിക്കണം. ബേസിക്സ് ബേസിക്സ് എന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. ഡെസ്ക്ടോപ്പ്, കീബോർഡ്, മൗസ്, ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെന്താ, അതങ്ങ് അകത്തേക്ക് തള്ളിയാൽ മതി. ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ ഏതാ? കറക്റ്റ്, CPU. ഇതെന്താ? കീബോർഡ്. ഇതോ? മൗസ്. അപ്പൊ ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്. മിസ്. അപ്പൊ ഇന്ന് നമുക്ക് ടാലിയിലെ കുറച്ച് അക്കൗണ്ടിംഗ് ടൂൾസിനെ കുറിച്ച് പഠിക്കാം. അല്ല മിസ്, ബേസിക്സ്. മിസ്, ബേസിക്സ്. മിസ്, ബേസിക്സ്. 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 മിസ്സേ, ഈ ഫോട്ടോഷോപ്പ് ഒന്ന് കാണാൻ പറ്റുമോ? ബേസിക്സ്. അപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റേറ്റ്മെന്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഓക്കെ മിസ്. ഏത് ഗതികെട്ടനെ ശകനം കണ്ടോണ്ടാണ് ഇറങ്ങി പുറപ്പെട്ടത്? അത് ടീച്ചറെ, ഇപ്പൊ 2 ആഴ്ചയായിട്ട് നമ്മളിങ്ങനെ ബേസിക്സിൽ തന്നെ കിടന്ന് കളിക്കുകയാണല്ലോ. അപ്പൊ എനിക്കൊരു ചെറിയ സംശയം, ഞാനതൊന്ന് ചോദിക്കാലോ എന്ന് വിചാരിച്ചാ. ചോദിക്കട്ടെ, തനിക്ക് ഫോട്ടോഷോപ്പ് അറിയോ? ഇല്ല. നാണുണ്ടോ എനിക്ക്? ഒരു ചെറുപ്പക്കാരന്റെ വിലപ്പെട്ട ജീവിതം വെച്ചിട്ടല്ലേ നിങ്ങൾ ഈ പന്താടിക്കൊണ്ടിരിക്കുന്നത്? അല്ല മനു, എന്റെ സിറ്റുവേഷൻ അങ്ങനെ. എന്ത് സിറ്റുവേഷൻ? നിങ്ങൾക്ക് മാത്രമല്ല സിറ്റുവേഷൻ. അപ്പൊ 2 ആഴ്ചയായിട്ട് എന്റെ സിറ്റുവേഷനോ? ഈ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധാരണക്കാരെ ഇങ്ങനെ പറ്റിക്കുന്നത് അടിപൊളി പരിപാടി കേട്ടോ. ഇതിലും ഭേദം കക്കാൻ ഇറങ്ങിക്കൂടെ? സോറി, ഇനി ഞാൻ വരുന്നില്ല. ടെക്നോളജിയുടെ വരവോടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പുതിയ തൊഴിൽ സാധ്യതകൾ. ഇതേ ടെക്നോളജി കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോയിട്ടുള്ള ചില തൊഴിലിടങ്ങളെ കുറിച്ചും നമ്മൾ അതെ. ഈ മനോഹരൻ കാ ദുകാൻ കഹാ ഹൈ? എവിടെയാണ്? മലയാളം വായിക്കാൻ അറിയില്ല. താൻ ആരാണെന്നാണോ എന്റെ വിചാരം? ആ പാവത്തിന്റെ ജോലി കളഞ്ഞപ്പോ എനിക്ക് സമാധാനമായില്ലേ? പാവ അവളാ. ഞാൻ ഫോട്ടോഷോപ്പ് പഠിക്കാൻ വേണ്ടി അവളുടെ പിന്നാലെ കെഞ്ചി നടക്കായിരുന്നു. എന്നിട്ട് എന്ത് അഹങ്കാരത്തിലാണ് അവൾ എന്നോട് സംസാരിച്ചെന്നറിയോ? അവളുടെ കുഞ്ഞമ്മയുടെ ബേസിക്സ്. അതിപ്പോ മനോഹര, താൻ തന്നെ ഇപ്പോ എത്ര അഹങ്കാരത്തിലാ സംസാരിക്കുന്നത്. പക്ഷെ സത്യത്തിൽ താനൊരു പാവല്ലേ? ഈടോ പറയടോ താനൊരു പാവല്ലേ എന്ന്. കുറച്ച്. എന്നിട്ടാണോ ഈ മാതിരി തെമ്മാടിത്തരം കാണിക്കുന്നത്? ഇപ്പൊ അങ്ങോട്ട് ഫോട്ടോഷോപ്പ് പഠിച്ചിട്ട് തന്നെ എന്താണോ പോലീസ് പിടിച്ചോ? എന്തോരം പ്രശ്നങ്ങൾ ആ കുട്ടിയുടെ വീട്ടിലുള്ളതെന്ന് അറിയാവോ? ഈ ജോലിയായിരുന്നു ഒരേ ഒരു ആശ്വാസം. തന്നെയൊക്കെ ഉണ്ടല്ലോ, തന്നെയൊക്കെ ഫോട്ടോഷോപ്പ് പഠിക്കാൻ പറ്റി. അതല്ലേ പിടിക്കാണ്.
സ്റ്റാർ വെട്ടെ. ഏട്ടാ, ഈ ശ്രീജ എന്ന് പറയുന്ന കുട്ടിയുടെ വീട് എവിടെയാണ്? ആ പട്ടാളക്കാരൻ മകളാണ്. അത് ശ്രീജ അല്ല, ശ്രീജ അല്ല. നിങ്ങൾ ഏട്ടാ, പാറു എന്ന് വിളിക്കുന്ന മറ്റേ പാറുകയാണെന്ന്. എടാ, നീ പറയുന്നത് മൂത്ത ശ്രീജ, ഇളയത് മാറുതി. ഇതുകൊണ്ട് ബെറ്റ് വെക്കുന്നത്. ബെറ്റ് വെക്കാം. ശ്രീജയുടെ വീടല്ലേ? ഞാൻ ശ്രീജനൊന്ന് കാണാൻ. മോനിരിക്കേ, ആ, കുറച്ച് വെള്ളം എടുക്കട്ടെ? ഏയ് വേണ്ട. ചായ? ഒന്നും വേണ്ട അമ്മേ. എന്നാ പിന്നെ അപ്പുറത്തെ കടയിൽ നിന്നേ മോനെ എനിക്കൊരു സോഡ വാങ്ങി തരുമോ? എനിക്കേ. ആ ശ്രീജ, ഞാനൊരു സോറി പറയാൻ വന്നതാ. ഞാൻ കാരണം തനിക്ക് ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. താൻ നാളെ തന്നെ ജോലിക്ക് വരണം പ്ലീസ്. അപ്പൊ ശരി, പോട്ടെ അമ്മ. മനു, ആ, ഒരു ചായ കുടിച്ചിട്ട് പോവാം. എന്നാ രണ്ടാക്കിക്കോ. എനിക്കും. അച്ഛൻ മരിച്ചതിന് ശേഷമാണോ ഇങ്ങോട്ടേക്ക് വന്നത്? നിങ്ങൾ ചെന്നൈയിലായിരുന്നു അമ്മ പറഞ്ഞു. ആ, അച്ഛനുണ്ടായിരുന്നപ്പോ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് വീട്ടിൽ എന്നും ആഘോഷമായിരുന്നു. അച്ഛൻ ഇല്ലാണ്ടായപ്പോ ഇവരൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നേ. പക്ഷേ കഥകളൊക്കെ ഒരർത്ഥത്തിൽ എല്ലാവരുടെയും ഒന്ന് തന്നെയാണോ? എന്ന് വെച്ചാൽ ഈ നാട്ടിൽ ബന്ധുക്കൾ മാത്രമല്ലല്ലോ, ചില നാട്ടുകാരും ഇല്ലേ? പ്രത്യേകിച്ച് ഈ ഫോട്ടോഷോപ്പൊക്കെ അറിയുന്ന ചില നാട്ടുകാർ. അപ്പൊ ഫോട്ടോഷോപ്പ് നമുക്ക് ഇനി ഒരുമിച്ച് പഠിക്കാല്ലേ? നമുക്ക് പൊളിക്കാം. തേൻ തുള്ളി വീണെന്നോ, ഈ മെയ് നനഞ്ഞെന്നോ, ഹേ തോന്നലാണെന്നോ, വെൺതൂവലായില്ലേ ഞാനോ മെല്ലെ മാറില്ലേ, പാറുന്നു ദൂരത്തെങ്ങോ, കാണും നേരങ്ങൾ പോരാതായിരുന്നു, നീ അറിയാതെയോ നിന്നെ തേടുന്നു, ഏതോ കിനാവോ ആരും കാണാനിലാവോ. ഈ ആവേശം പഠിക്കണ കാലത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മകൻ എന്നെ രക്ഷപ്പെട്ടേനെ. പ്രഭു, ഈ പ്രേമം എന്ന് പറയുന്നത് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തൊരു ഫോട്ടോഷോപ്പ് ഫയൽ പോലെയാ. എന്ന് വെച്ചാ ആദ്യം ഫുൾ ബ്ലാങ്ക്, പക്ഷെ ഒരു നല്ല കലാകാരൻ വിചാരിച്ച അതിലിങ്ങനെ കവിത രചിക്കാൻ പറ്റും. തേൻ തുള്ളി വീണെന്നോ, ഈ മെയ് നനഞ്ഞെന്നോ, ഹേ തോന്നലല്ലെന്നോ, നീ മെല്ലെ മെല്ലെ. ഇതെന്റെ ചെന്നൈയിലുള്ള ഫ്രണ്ട് ലക്ഷ്മി, അതവളുടെ ഹസ്ബൻഡ് ശിവ. പാലക്കാട് വന്നിട്ട് കോട്ട കാണിക്കാതിരുന്ന മോശല്ലേ? പോരാനായെന്നോ നീ അറിയാതെയോ നിന്നെ തേടുന്നു, ഏതോ കിനാവോ ആരും കാണാനിലാവോ. അപ്പൊ ഈ കല്യാണത്താലേന്ന് പെണ്ണ് ഒളിച്ചോടി പോണതും നാട്ടിൽ കുറെ പെണ്ണ് കിട്ടാത്തതൊക്കെ മഹാഭാഗ്യാണ് അല്ലടാ പ്രഭു. കാരണവന്മാര് ചെയ്ത് വെച്ചൊരു പുണ്യാന്ന് കരുതിയാ മതി. അത് ശരി, അപ്പൊ ഇതൊരു
പറഞ്ഞിട്ടില്ലല്ലേ? എന്റെ മനോട്ടാ, ഈ പറയാത്ത പ്രണയം എന്ന് പറഞ്ഞാൽ നമ്മൾ സേവ് ചെയ്യാത്ത കമ്പ്യൂട്ടർ ഫയൽ പോലെയാണ്. വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും അത് ഇപ്പൊ സേവ് ചെയ്യാന്ന്, പക്ഷെ പെട്ടെന്നായിരിക്കും ഒരു വൈറസ് അറ്റാക്ക്. കറക്റ്റ്. അതോടുകൂടി അതുവരെ ചെയ്ത കൂടി ഇങ്ങനെ ഇങ്ങനെ പൂണ്ടോളി. ആ ഞാൻ പുറത്തിറങ്ങി. ആ കാർഡ് എടുത്തു. ഇവിടെ അക്ഷയുടെ മുന്നിൽ തന്നെ ഉണ്ട്. എവിടെ? ആ ഓക്കെ. ഞാനിന്നില്ല കേട്ടോ. അമ്മയൊന്ന് വൈദ്യരെ കാണിക്കാൻ പോണം. ആ പിന്നെ ഒരു ഗുഡ് ന്യൂസും ഒരു ബാഡ് ന്യൂസും ഉണ്ട്. ബാഡ് ന്യൂസ് ആദ്യം പറയാം. 3 സ്റ്റുഡൻസ് കൂടെ ഫോട്ടോഷോപ്പ് പഠിക്കാൻ വരുന്നുണ്ട് അടുത്ത ആഴ്ച മുതൽ. ഇനി യൂട്യൂബ് പരിപാടി ഒന്നും നടക്കില്ല. എങ്ങനെയെങ്കിലും ഫോട്ടോഷോപ്പ് പഠിച്ചെടുത്തില്ലെങ്കിൽ എന്റെ ജോലി പോവും. അല്ല, അതിനിപ്പോ നമ്മളെന്താ ചെയ്യാ? അതല്ലേ ഗുഡ് ന്യൂസ്. അതിന് പറ്റിയ ഒരാളെ ദയവായിട്ട് എനിക്ക് കൊണ്ടുതന്നു. ആ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് ഫോട്ടോഷോപ്പ് പഠിപ്പിച്ചു തരാൻ നാളെ ഏറ്റിരിക്കുക. ഇതാ കാർഡ്. ഇത് ഞാൻ പോയി ബുക്ക് ചെയ്തോളാം. ശ്രീ അമ്മയും കൂടി സമാധാനമായിട്ട് വന്നോ. ആ രാഹുൽ, ഇത് എനിക്ക് ഇവനറിയാം. ഞങ്ങളെ ഫാമിലി ഫ്രണ്ട്സാ. ശ്രീയുടെ അച്ഛനും എന്റെ ഡാഡും നല്ല തിക് ഫ്രണ്ട്സാ. ഓൾമോസ്റ്റ് ഒരു ഫാമിലി പോലെ അല്ല ശ്രീ? അത് ശരി, നിങ്ങൾ തമ്മിൽ പരിചയം ഉണ്ടല്ലേ? എന്താ നിങ്ങൾ സംസാരിച്ചൊക്കെ? ഞാൻ എന്റെ ബാഗ് ഒന്ന് എടുത്തിട്ട് വരട്ടെ. ഒന്ന് വിചാരിക്കരുത്. അച്ഛനില്ലാത്തൊരു സുന്ദരിക്കുട്ടി നല്ല കോരിച്ചൊരിയുന്ന മഴയത്ത് വീട്ടിലേക്ക് കയറിയെന്ന് ചോദിക്കുക എന്നെ ഫോട്ടോഷോപ്പ് പഠിപ്പിക്കുമോ? ഞാൻ പിന്നെ പഠിപ്പിച്ചു കൊടുക്കാതിരിക്കുമോ? ഞാനല്ലാതെ വേറെ ആരാ അവർക്ക് ഫോട്ടോഷോപ്പ് പഠിപ്പിക്കാൻ? ഇപ്പൊ വീട്ടിലാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കും. അപ്പോ നാളെ തൊട്ട് തുടങ്ങാനാണ് പ്ലാൻ. ഈ രാഹുൽ കഴിഞ്ഞ അനുഭവത്തിൽ ഇവന്റെ ഭാര്യയായിരുന്നു തോന്നുന്നു. ഇവൻ ഏത് പെണ്ണിനെ വളയ്ക്കാൻ നോക്കിയാൽ അപ്പോ എന്തെങ്കിലും ഉടക്കുന്നുണ്ട്. ഇവൻ ഈ ബാംഗ്ലൂരൊക്കെ ഉള്ളതല്ലേ, അവിടുത്തെ ഏതെങ്കിലും പെണ്ണിനെ കെട്ടി തുളഞ്ഞാ പോരെ. എന്തിനാണ് ഇവിടെ വന്ന് ഈ പാവത്തിന്റെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടാൻ വരണത്? അതെ, അവർക്കവിടെ ഈ മൾട്ടി കളർ ഓപ്സെറ്റ് പ്രിന്റിന്റെ ഒക്കെ വമ്പൻ സെറ്റപ്പ് പാത്രം. അവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും അവിടെ മടുത്തു. അവർക്കിപ്പോ ഇങ്ങോട്ട് വരണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഫ്ലെക്സ് യൂണിറ്റ് പ്ലാൻ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ മാർക്കറ്റ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ തെണ്ടി ചെക്കൻ ഇങ്ങോട്ട് അയച്ചത്. അതിനവനെ സഹായിക്കാനാണ് മറ്റേ തെണ്ടിയും കൂടെ ഉള്ളത്. ഏത് തെണ്ടി? ഇവന്റെ ആദ്യത്തെ പണിനെ അടിച്ചോണ്ട് പോയില്ലേ ആ തെണ്ടി. നല്ല ബെസ്റ്റ്. അവനെ നിങ്ങൾ അത്ര നിസ്സാരമായിട്ട് കാണണ്ട. അവൻ ഇന്നലെയും വന്ന ആ റൂമുകളുടെ ഫോട്ടോ എടുത്ത് ആർക്കൊക്കെ അയക്കുന്നുണ്ടായിരുന്നു. അവൻ കൊടുവാളാണ്ടാ, കൊടുവാള്. അവൻ എന്ത് വാളാണെങ്കിലും ശരി, ഈ ചിറ്റലഞ്ചേരിയിൽ ഒരു ഫ്ലെക്സ് യൂണിറ്റ് തുടങ്ങുന്നുണ്ടെങ്കിൽ അത് മനുവായിരിക്കും. പക്ഷെ അതിന് ആദ്യം അവന്റെ പ്ലാനുകൾ എന്താണെന്ന് നീ അറിയണം. അതിനുള്ള ബെസ്റ്റ് ചാൻസാണ് നിനക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. എന്ന് വെച്ചാ അവന്റെ അടുത്ത് ഫോട്ടോഷോപ്പ് പഠിക്കാൻ ശ്രീജോന്റെ ഒപ്പം നീയും പോണം. ഞാൻ അവന്റെ അടുത്ത് ഫോട്ടോഷോപ്പ് പഠിക്കാം. എന്റെ പട്ടി പോകും. കേട്ടില്ലേ? ശ്രീജീവനെ ഇഷ്ടപ്പെട്ടാലും കുറ്റം പറയാൻ പറ്റില്ല. ഇതുപോലൊരു സെറ്റപ്പ് ഒക്കെ കണ്ട ആരാ വേണ്ടെന്ന് പറയാ. അതെ, ഒരു താങ്ക്സ് ബാക്കിയുണ്ട് കേട്ടോ. മനുവിനെ കൂടെ കൂട്ടട്ടെ എന്ന് ഞാൻ ഇന്നലെ ചോദിച്ചപ്പോ ആദ്യ രാഹുൽ സമ്മതിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ നിർബന്ധിച്ചപ്പോഴാണ് ഓക്കെ ആയത്. ശ്രീജ വാ, അപ്പൊ തുടങ്ങിയല്ലേ ശ്രീ? ഒരു മിനിറ്റ്. ശ്രീ, ലോകത്തിന്ന് നിലവിലുള്ള ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ഏറ്റവും പവർഫുൾ ആണ് ഫോട്ടോഷോപ്പ്. അതൊക്കെ ഇപ്പൊ ആർക്കും അറിയാത്ത രാവിലെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ നിന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. എന്നാ പിന്നെ യൂഷ്വൽ സെലക്ഷൻ ടെക്നിക്കൽ ആയിട്ടുള്ള റെക്ടാംഗുലർ മാർക്കി ടൂൾ, ലാസോ ടൂൾ, മാഗ്നറ്റിക് ലാസോ ടൂൾ, പോളിഗണൽ മാജിക് ബോണ്ട് ടൂൾ, ഓട്ടോ സെലക്ഷൻ ടൂൾ എന്നിവയുടെ സഹായമില്ലാതെ ഇമേജ് എഡിറ്റ് ചെയ്യാവുന്ന ചില അഡ്വാൻസ്ഡ് ടെക്നിക്കുകളെ കുറിച്ച് പഠിച്ചാലോ? ഇത് നിന്റെ ചുമരുമ്പിൽ പെയിന്റ് അടിക്കുന്ന പോലത്തെ എളുപ്പമുള്ള പരിപാടി ഒന്നുമല്ല. കുറച്ച് ബുദ്ധി വേണം അല്ല ശ്രീ? നീ ആരാന്നാണ്ടാ നിന്റെ വിചാരം? ആരാന്നാണ്ടാ വിചാരം? കുറെ ടൂൾസിന്റെ പേരും പറഞ്ഞിട്ട് നീ എന്നെ അങ്ങോട്ട് പേടിപ്പിക്കാന്ന് വിചാരിച്ചോ? നിന്റെ ഈ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് ആദ്യം കാണിക്കുന്ന ഒരു പേരുണ്ട്, സീതാരാമൻ. അയാൾ ആരാന്നറിയോ നിനക്ക്? അറിയണോ നിനക്ക്? നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമാണ്. അഡോബിൽ ജോയിൻ ചെയ്യുമ്പോൾ അയാൾ വെറും അസിസ്റ്റന്റാ. പക്ഷെ ഇപ്പോഴോ അതുപോലെ ഒന്നും ആയിട്ടില്ലല്ലോ. നീ ഓറാക്കല്ലേ ശ്രീജ. ഈ നാറി എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം. ഇവനെക്കാളും വലിയ വായി നോക്കി ഈ പഞ്ചായത്തിൽ വേറെ ഉണ്ടാവില്ല. ഇവന്റെ വീട്ടില് ഫോട്ടോഷോപ്പ് നല്ല വെളിച്ചെണ്ണ വാങ്ങാൻ പോലും നീ വന്നു നാട്ടുകാരാന്ന് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ അപമാനം വേറെ ഉണ്ടാവില്ല. നമ്മൾ ഒരുമിച്ചല്ലേ ഇത് പഠിക്കാൻ തുടങ്ങിയ? നമുക്ക് ഒരുമിച്ച് തന്നെ ശരിയാക്കാം. ശ്രീജ വാ. ശ്രീജ വാ. വിവരമുള്ളൊരു പറഞ്ഞൊരു കാര്യമുണ്ട്. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. മനസ്സിലാ? എന്താടാ, നിനക്ക് കുറച്ച് എക്സ്ട്രാക്ഷൻ ടെക്നിക്സ് ഞാൻ പഠിപ്പിച്ചേ? അത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സിമ്പിൾ ആയിട്ട് അങ്ങ് തുടങ്ങാം.
അല്ലേ? അച്ഛൻ പറഞ്ഞ പോലെ ചിറ്റിലഞ്ചേരിയിൽ നമ്മൾ യൂണിറ്റ് തുടങ്ങാൻ ഇപ്പൊ കിട്ടിയതിൽ ബെസ്റ്റ് പ്ലേസ് അത്. ഞാൻ അയച്ച വാട്സ്ആപ്പ് വീഡിയോ കണ്ടില്ലേ? ഇനി അച്ഛനൊന്ന് നേരിൽ കണ്ടു കഴിഞ്ഞാൽ അഡ്വാൻസ് കൊടുക്കായിരുന്നു റൂമിന്. ശരി അച്ഛൻ. ഇന്ന് നേരത്തെ എത്തിയോ? ഇതൊക്കെ എങ്ങനെ ചെയ്തേ? അതൊരു ബാക്ക്ഗ്രൗണ്ട് ലെയറില് സൂര്യൻ വരുന്ന പോലെ കട്ട് ചെയ്ത് വെച്ചാ. അത് ഭംഗിയില്ലേ? ഹെൽപ്പ് മെനു നോക്കിയാൽ തന്നെ കുറെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഏത് ടൂളാ യൂസ് ചെയ്തേ? മാജിക് വൺ. ഒരു മിനിറ്റ്. എന്താ ഈ ലാപ്പാണ് പുതിയതാ? ഇതിപ്പോ വാങ്ങിച്ചോളൂ. ഇതേട്ടാ ഇത് ഇങ്ങനെ ഇങ്ങനെ മടക്കാം. പിന്നെ അതെങ്ങനെയാന്ന് വെച്ചാ ഇത് ടച്ച് സ്ക്രീൻ ആണല്ലേ? ടച്ചും ചെയ്യാം. അപ്പൊ ടാബോലൊക്കെ യൂസ് ചെയ്യാൻ പിന്നെ അല്ലാതെ ശ്രീകൃഷ്ണ. അയ്യോ ശിവരാമേട്ട, 7 ലക്ഷം എന്ന് പറയുന്നത് തീരെ കുറഞ്ഞില്ലേ? ഞാനൊരു 10 കിട്ടുന്ന പ്രതീക്ഷ. മോനെ മനു, നിന്റെ വീടിന്റെ ഡോക്യുമെന്റ് വെച്ച് ഇത്ര എന്നെ പാസ്സാക്കിച്ച എന്റെ സ്വന്തം റിസ്കിലാ. ഇത് തന്നെ നിന്നെ കൊണ്ട് തിരിച്ചടയ്ക്കാൻ പറ്റുമെന്നാ എന്റെ പേടി. അയ്യോ അത് ഐശ്വര്യമായിട്ട് കൗണ്ടറിൽ ചെന്ന് ക്യാഷ് കളക്ട് ചെയ്തു. ശരി. ബന്ധപ്പെട്ട വലിയൊരു ബിസിനസ്സുകാരൻ വരുന്നുണ്ട്. ഈ ഫോൺ വെക്കി ഞാൻ വിളിക്കാം. എന്താ പുതിയ അലുവിയാണ്? കടക്കുള്ള അഡ്വാൻസാ. മാമൻ പറഞ്ഞ പോലെ 2 ലക്ഷം തയ്ച്ചിട്ടുണ്ട്. നീ ഇത് എവിടുന്നാണ് ഒപ്പിച്ചത്? സുമതിയേ, ആ ഷോക്കേസിലുള്ള ചാവി എടുത്തിട്ട് വാ. ഞാൻ റെന്റിന്റെ അഗ്രിമെന്റ് ആയിട്ട് വൈകുന്നേരത്ത് അങ്ങോട്ട് വരാം. പിന്നെ ഞാൻ കടയ്ക്ക് അഡ്വാൻസ് എന്ന കാര്യം മറ്റേ രാഹുലല്ലേ അവന്റെ അടുത്ത് പറയണ്ട. ഏയ്, ഞാനിത് ആരുടെ അടുത്തും പറയാൻ പോണില്ല. നീ ഇതാരുടെ അടുത്തും പറയില്ല. വമ്പം പരിപാടിയല്ലേ, ഈ സംഭവം നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് സുമതി ഭദ്രമായിട്ട് എടുത്തു വെച്ചോട്ടോ. തിരിച്ചു കൊടുക്കാനുള്ളതാണ്. കൊണ്ടുപോയി കളയാതെ സൂക്ഷിച്ചോ. ശരി. തിരിച്ചു തരാനുള്ളതല്ലേ? വരട്ടെ. ഓ, ചായ കുടിക്കണ്ട? വേണ്ട. നന്നായി. മന്ദം പ്രകാരം ഞാൻ നന്നായി കൂടാ. നീക്കെന്തോ വാശിയുള്ള പോലെ തൂമക്കണം. വണ്ടി സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ അതിന്റെ സംവിധാനം എവിടാ? എനിക്കറിയാം. കേറിക്കോ. ആരെങ്കിലും വിളിച്ച് ടെസ്റ്റ് ചെയ്യാൻ സാധനമൊക്കെ മാറ്റിച്ച് അവരെ കൊണ്ട് ഇന്ന് തന്നെ തൂപ്പിച്ച് വൃത്തിയാക്കി എടുക്കാം. ടെസ്റ്റ് അലർജിയാ. നീ പൂണ്ടോ ഞാൻ പുറത്തു. സത്യം പറഞ്ഞ കാര്യങ്ങൾ ഇത്ര പെട്ടെന്ന് ഇവിടം വരെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനും. ഇനി വേണം എനിക്ക് ചിലരൊക്കെ ശരിക്കൊന്ന് കാണാൻ. അതാരാ? ആർട്ടിസ്റ്റിക്ക് പോയിട്ട് പെൻസിൽ സ്കെച്ച് സെലക്ട് ചെയ്താ ഈ എഫക്ട് ഹിസ്റ്ററി പോയിട്ട് പഴയത് സെലക്ട് ചെയ്താൽ മതി. പോരില്ലേ? ആ മനു എങ്ങനെയുണ്ട്? രാഹുൽ ചെയ്തതാ. ഈ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന എഫക്ട് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആർക്കും പറ്റും. കമ്പ്യൂട്ടറിലുള്ളതല്ലാതെ പിന്നെ അന്യഗ്രഹത്തിന് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റും. പിന്നെന്താ, അന്യഗ്രഹത്തിന് തന്നെ കൊണ്ടുവരാൻ പറ്റും. നമുക്കൊരു അവസരം തരൂ. എന്നാ ചെയ്.
സംഭവം കൊള്ളാം. നമ്മളിവിടെ ഒരു പ്രിന്റിംഗ് യൂണിറ്റ് തുടങ്ങുന്നുണ്ട്. അവിടെ കുറച്ച് പിള്ളേരെ ഡിസൈനിങ്ങിന് വെക്കുന്നുണ്ട്. നീ വേണം വന്നോടാ. ഓ വേണമെന്നില്ലടാ. ഞാനും ഒരു പ്രിന്റിംഗ് യൂണിറ്റ് തുടങ്ങാൻ പോവാ. നമ്മുടെ പ്രഭാകരൻ മാമയുടെ കടയില്ലേ, ഞാനതിന് അഡ്വാൻസ് കൊടുത്തു. ഒരു ഓൾ ദ ബെസ്റ്റ് പറ രാഹുലെ. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ഞാൻ ചെല്ലട്ടെ, കടയുടെ കുറച്ച് കാര്യങ്ങളുണ്ട്. പോട്ടെ ശ്രീ. ഇവിടെ കൊറേ പണിയുണ്ട്, അതൊന്നും ചെയ്യില്ല. നോക്ക്, ഈ പ്രായത്തിലും ഞാൻ എന്താണ് ഫിറ്റ് ഇല്ലേ? ഓ എനിക്ക് അങ്ങനൊന്നും തോന്നിയിട്ടില്ല. ഇല്ലേ ചേട്ടൻ ഈ പ്രായത്തിൽ നല്ല ഫിറ്റ് ആണല്ലോ. എല്ലാരും അങ്ങനെയാണ് പറയണേ. എന്നാലും ഒന്നുമില്ല, നിങ്ങൾ വരി. ചേട്ടൻ എന്ത് പണിയാ കാണിച്ചത്? ഞങ്ങൾ ആ റൂം എടുത്താലോന്ന് പറഞ്ഞല്ലേ. മനോഹരനെ കണ്ടൂല്ലേ? നിങ്ങൾ പിന്നെ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ. അവൻ പിന്നെ പൈസ ക്യാഷ് ആയിട്ട് കൊണ്ടൊന്നും മേടിച്ചു വെച്ചുള്ളൂ. ഇത് 3 ലക്ഷം രൂപയുണ്ട്. വാടക ഞാൻ 6000-ന് പകരം 7000 തരൂലേ. ആ റൂം എനിക്ക് തന്നെ തരണം. തന്നിട്ട് നേരത്രയായി. നിനക്ക് വേണ്ടിയിട്ടുള്ള അത് ഉണ്ടാക്കി തന്നെ മതിയേ. ഇത് തിരിച്ചു കൊടുക്കാനുള്ളതല്ല. വാസുനോട് പറഞ്ഞിട്ട് ബാങ്കിലിട്ട. ആ മനു ഉണ്ടല്ലോ, ആ ചക്കരം കൊണ്ട് നടക്കുന്നു. എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. നടക്കൂല മാമ, നടക്കൂല എന്ന് പറഞ്ഞാൽ നടക്കൂല, നടക്കൂല, നടക്കൂല. നടക്കണ്ട മനോഹര, നീ അവിടെ ഇരിക്കൂല മാമ. മാമൻ പറഞ്ഞ പൈസ മുഴുവൻ ഞാൻ അഡ്വാൻസ് ആയിട്ട് തന്നില്ലേ, എന്നിട്ട് ഇപ്പൊ കട ഒഴിയാൻ പറഞ്ഞാൽ എങ്ങനെയാ? ഫ്ലക്സ് പ്രിന്റിംഗ് എന്നൊക്കെ പറഞ്ഞ വലിയ പരിപാടിയാണ്ടാ. നിന്നെ കൊണ്ടൊന്നും ശരിയാവുള്ള ചക്ക. അതുകൊണ്ടാണ്. എന്താ ശരിയാവേണ്ടത്? അതൊക്കെ ശരിയാവും. കാശ് വാങ്ങി അഗ്രിമെന്റ് സൈൻ ചെയ്ത് താക്കോൽ എന്റെ കയ്യിൽ തന്നത് മുതൽ ഈ കട എന്റെയാണ്. ഈ വരുന്ന 25-ാം തീയതി ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ ഫ്ലെക്സ് പ്രിന്റിംഗ് യൂണിറ്റിന്റെ ഉദ്ഘാടനം മനു ഇവിടെ നടത്തിയിരിക്കും. ഇനി അതിന് എന്നെ കൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ ഞാൻ ഈ കട ഒഴിഞ്ഞിരിക്കും. അപ്പൊ ശരി, 25-ാം തീയതി കാണാം. ഓ കാണാം. ആ കാണാം. ഇപ്പോഴാണ് ഒരു ആവേശമൊക്കെ വന്നത്. നമുക്ക് തകർക്കാടം വരും. വെയിൽ നാളങ്ങളിളം ചൂടുള്ള സുഖം, മുകിൽ നീരുന്ന മഴക്കീഴേഴ് നിറം, ഈ ലോകം നിലാവോളം മനോഹരം, കിനാമുല്ലേ സദാ മുന്നിൽ തെളിഞ്ഞില്ലേ. നിങ്ങൾ പറഞ്ഞ പോലെ 4 ലക്ഷം ഉണ്ട്. தைரியமா போங்க. பிரிண்டர் ரெடியான உடனே நான் உங்களுக்கு போன் பண்றேன். എത്ര നേരായി മനു? മനു വല്ലോ നടക്കോ? ഇത് ഒരു നടക്കി പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ബാങ്ക് ലോൺ കിട്ടിയത് 7 ലക്ഷം. അതിൽ 2 ലക്ഷം അമ്മാവന് കൊടുത്തു, 4 ലക്ഷം അലിബായിക്ക് കൊടുത്തു, ബാക്കി 50,000. റൂമിന്റെ ഇന്റീരിയറിന് മാത്രം വേണം 2 ലക്ഷം. ഇത് കൂടാണ്ട് സ്കാനർ, കമ്പ്യൂട്ടർ, UPS. ആലോചിക്കുമ്പോ എന്റെ തല പെരുക്കണത് എല്ലാം കൂടി. ഇതൊരു 2.5 ഉണ്ട്. തൽക്കാലം എനിക്ക് ഇത്രേ തിരിക്കാൻ പറ്റുള്ളൂ. വായിക്കണം. ഞങ്ങളൊക്കെ ചീർച്ച് മാദ്യം കൊതിയായി. മാവിന്റെ മുകളിൽ നിങ്ങളുടെ കഥ പിന്നെ പറയാട്ടാ. ഞാൻ ഈ കുട്ടിയോട് പറയായിരുന്നേ, ഇതൊന്നും നിന്നെ കൊണ്ട് നടക്കുമെന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഉറപ്പില്ല. ശിവ, ക്യാരക്ടറിന്റെ മുകളില് കുറച്ചൊന്ന് വർക്ക് ചെയ്യണം. ഇത് റിസപ്ഷൻ ഏരിയയില് വെക്കാൻ വേണ്ടിട്ട് അതിന്റെ മുകളിൽ കുറച്ചുകൂടെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കിയതാ. നന്നായിട്ടുണ്ട്.
ഞാനിപ്പോ വരാം. ഇവിടെ ഇങ്ങനെയാണ് വരിക പ്രിന്റർ. അങ്ങനെയാകുമ്പോ കുഴപ്പമില്ല. ശരി. ശ്രീ, ശരിക്കും ഈ ബിസിനസ് ഒക്കെ മനുവിന് ശരിയാവോ? അയ്യോ എന്താ അങ്ങനെ പറഞ്ഞേ? മാമൻ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട, അയാൾക്ക് ഭ്രാന്താണ്. അയ്യോ മനു, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ശ്രീക്കറിയോ, ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി പ്രിന്ററാണ് ഞാൻ ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത്. ഈ ചിറ്റലഞ്ചേരിയിൽ ഇതുപോലൊരു സ്ഥാപനം തുടങ്ങാൻ എന്നെക്കാളും എക്സ്പീരിയൻസ് ഉള്ള വേറെ ആരുള്ളത്? ശ്രീ, എന്റെ അച്ഛനും ഞാൻ ഇവിടെ എഴുതാത്ത ബോർഡുകളില്ല, വരയ്ക്കാത്ത ചുമരുകളില്ല. ശ്രീ നോക്കിക്കോ, ഇതൊരു വൻ സക്സസ് ആവും. വൻ സക്സസ്. മനു അതല്ല ഞാൻ. അയ്യോ നമ്മുടെ അലിബായ്, ഞാനൊന്ന് അറ്റൻഡ് ചെയ്യട്ടെ. അലിബായ്, பிரிண்டர் ரெடி ஆயிடுச்சு. வண்டி நாங்க ஏற்பாடு பண்ணுமா? இல்ல வண்டி ഞങ്ങൾ കൊണ്ടുവന്നോളാം. ഇവിടെ പ്രഭുവിന്റെ കെയർ ഓഫിൽ ഒരു വണ്ടി. சரி, ஓகே. പാടി മലർക്കാവുകളിൽ വള്ളികളിൽ ഊയലാടം തന്നലേ. കാവുകളിൽ വള്ളികളിൽ ഊയലാടം തന്നലേ. அலிபாய் இவங்களை எல்லாம் ஏமாத்தி கையில இருந்த காசெல்லாம் எடுத்து இந்த ஊரை விட்டே ஓடி போயிடுச்சுப்பா. മനു മനു മനു, ഇന്നലെ രാത്രി ഇവിടെ നല്ല ഇടിമിന്നലുണ്ടായിരുന്നു. അതിൽ നമ്മളുടെ അടക്കം 3 പ്രിന്ററിൽ പിടിപ്പിച്ച പുതിയ ഹെഡെല്ലാം അടിച്ചുപോയി. ഒറ്റയടിക്ക് 10-12 ലക്ഷം രൂപയാണ് പോയിരിക്കുന്നത്. അതിൽ 1-2 എണ്ണത്തിന്റെ ബോർഡും പോയത്രേ. പണി കിട്ടിയെന്ന് പറഞ്ഞപ്പോ ആള് മുങ്ങി. മറ്റന്നാൾ ഉദ്ഘാടനമാണ്. നാട്ടുകാരോടൊക്കെ പറയുകയും ചെയ്തു. നമ്മളിനി എന്താ ചെയ്യാ വർഗീസേട്ടാ? എനിക്കറിയില്ല. ഇവന്റെ എല്ലാ കാര്യവും ഇങ്ങനെ തന്നെ. അന്ന് കല്യാണം, ഇപ്പൊ ഇത്. നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു കഥ കൂടിയാണ്. അല്ലാതെ ഇപ്പൊ എന്താ പറയാ? എന്റെ അമ്മാവൻ എന്തായാലും സന്തോഷവും. ഇതെങ്ങടാ മനു? നമ്മളിത് കൊണ്ടുപോകണം വർക്കേട്ടാ. എന്തിന്? ഇരുമ്പ് വിലയ്ക്ക് പൊളിച്ചു വെക്കാന്നല്ലാതെ ഇത് കൊണ്ടുപോയിട്ട് ഇനി എന്ത് ചെയ്യാനാ മനു? ഇതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. കറക്റ്റ്. പറഞ്ഞ സമയത്തിന് നമ്മൾ ആ പ്രിന്റിംഗ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നടത്തിയിരിക്കും. ഇതല്ലാണ്ട് നമ്മുടെ മുന്നിൽ വേറെ ഒരു വഴിയില്ല വർക്കേട്ടാ. എനിക്കിപ്പോഴും ഇത് ശരിയാവുമെന്ന് തോന്നണില്ല കേട്ടോ മനു. ഒന്നാമത് നിന്റെ സമയം ശരിയല്ല. ഇനി വർക്ക് ചെയ്യാത്ത പ്രിന്ററും പൊക്കി പിടിച്ച് അങ്ങോട്ട് ചെന്ന് വീണ്ടും നാട്ടുകാരുടെ മുന്നിൽ വഷളാവാനാണോ നിന്റെ പ്ലാൻ? വിത്തൗട്ടാണോ ചോദിച്ചിട്ട് കൊടുക്കണം. അതായത് ഒരുമിച്ച് ചേർത്താൽ നോണോ വെജാണോ ചോദിക്കണ്ടേ? പ്രഭു, എനിക്കിവിടെ കയ്യും കാലും മടച്ചിട്ട് നിൽക്കാനും ഇരിക്കാനും പറ്റണില്ല. നിങ്ങളൊന്ന് കൂളാവെന്റെ വർക്കേട്ടാ. ഒന്നും കാണാതെ അവനെതിനെ ഇറങ്ങില്ലാലോ. വേണ്ട, നീ ഇതിന്റെ
പ്ലാൻ എന്താന്ന് ഇയാളുടെ അടുത്തൊന്ന് പറയും, ഇല്ലെങ്കിൽ ആൾ ഇപ്പൊ ടെൻഷൻ അടിച്ച് കാലിയാവുന്ന തോന്നുന്നു. മനു, ഇത് വെറും കുട്ടിക്കളിയല്ല. പഞ്ചായത്ത് പ്രസിഡന്റിനെയൊക്കെ വിളിച്ചേക്കണേ. ഇത് വർക്ക് ചെയ്യാത്ത മെഷീനാണെന്ന് ആരെങ്കിലും അറിഞ്ഞാ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ പൊന്ന് വർക്ക് ചെയ്താൽ നിങ്ങൾ ഇങ്ങനെ ഓവറാക്കല്ലേ. ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല. എല്ലാ കടയുടെ ഉദ്ഘാടനം നടക്കുന്ന പോലെ ഇതും അങ്ങ് നടക്കും. പ്രസിഡന്റ് വരുന്നു, നാട മുറിക്കുന്നു, നമ്മുടെ ഈ സെറ്റപ്പ് ഒക്കെ കണ്ട് സ്നാക്സ് ഒക്കെ കഴിച്ച് ആളുകൾ പിരിയുന്നു. അത്രേ ഉള്ളൂ. സിമ്പിൾ. പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് ഉദ്ഘാടനം നടത്തണം. അത് മാത്രം ഇപ്പൊ ആലോചിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ വന്നേ, നമുക്ക് പോയിട്ട് ഉദ്ഘാടനത്തിനുള്ള നാടേ സെറ്റപ്പ് ഒക്കെ റെഡിയാക്കാൻ പറ. ഇതൊക്കെ പഴഞ്ചൻ പരിപാടികളല്ലേ. ഞാൻ പ്രസിഡന്റിനോട് പറഞ്ഞിട്ടുണ്ട് ഈ നാട് മുറിക്കൽ പരിപാടികളൊന്നും ഇല്ലാന്ന്. നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഇതുപോലൊരു സംഭവം എല്ലാവരും മുന്നിൽ വെച്ച് പ്രിന്റ് അടിച്ച് കാണിച്ചാണ് ഉദ്ഘാടനം. പ്രസിഡന്റ് ഓക്കെ പറഞ്ഞു. എങ്ങനെയുണ്ട്? പൊളിക്കില്ലേ? പൊളിക്കും പൊളിക്കും, എല്ലാരും കൂടെ പൊളിക്കും. അതാണ് ഞാൻ ഇപ്പൊ തന്നെ എല്ലാരോടും പോയി പറയട്ടെ. ഓക്കെ, പെണ്ണിനെ പോയി പിടിയടാ. അവന്റെ അടുത്ത് വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറയാൻ. അവർ റൂമിന്റെ ഉള്ളിലേക്ക് പോയത് കണ്ട നമ്മുടെ ചെക്കനാണ്. ഒന്നും കാണാതെ അവനൊന്നും ചെയ്യില്ല. നിങ്ങൾ വരി. മനു, മനു മനു എങ്ങനെയാ? പറ, നിന്റെ പ്ലാൻ പറ. നീ ചെയ്യാൻ പോണ എന്താന്ന് ഞങ്ങൾക്കും കൂടെ അറിയണം. അവൻ പറയട്ടെ. മനു, മനു ഉദ്ഘാടനം ആൾക്കാരെത്തി, പ്രസിഡന്റ് എത്തി, വേഗം എണീക്ക്. ഉദ്ഘാടനം കട കട പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ്, സുഖമായിരിക്കുന്നു. ഇതാണ് മാം ഡിസൈനിങ് സെക്ഷൻ. ഫുള്ള് മനുവിന്റെ കൺസെപ്റ്റാ. ഈ പെയിന്റിങ്സ് ഒക്കെ മനു വരച്ചതാ. നന്നായിട്ടുണ്ടല്ലേ മാം? മനു പെയിന്റിങ്സ് ഒക്കെ നന്നായിട്ടുണ്ട്. സൂപ്പർ. എന്നാ തുടങ്ങിയാലോ മാം? മനു പ്രിന്റർ കാണിക്കും. വരും മാം. ഇതാണ് പ്രിന്റർ. നമ്മുടെ അവിടെ ആദ്യമായിട്ടാ, പുതിയ മോഡലാ. നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ വർക്കൊക്കെ മനു തന്നെ ചെയ്യാനോ. പ്രിന്ററൊക്കെ കണ്ടു കഴിഞ്ഞല്ലോ. ഇനി എല്ലാവർക്കും ചായയും സ്നാക്സും ഒക്കെ അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വർഗീസേട്ടാ. റെഡി അല്ലേ മനു? വാ, സമയായി. നന്നായിട്ടില്ലേ? തുടങ്ങാം. മനു ഓൺ ചെയ്യ്. മനു വേഗം. പ്രഭു, ഫ്ലെക്സ് ലോഡ് ചെയ്യാൻ പോവാണോ? അതെ. എന്താ കിടന്ന് പരിഗണേ? അല്ല, ഇപ്പൊ റെഡിയോ? ചേട്ടാ, ഈ ചായക്ക് ശേഷം പപ്സ് കൊടുക്കണോ അതോ പപ്സ് കുറുത്ത ശേഷം ചായ കൊടുക്കണോ? പാകല്ലേ. പ്രഭു, ഷീറ്റ് പിടിച്ചോളെ. ഉദ്ഘാടനം പ്രസിഡന്റ് ആണ് ചെയ്യുന്നത്. ഏത് ബട്ടൺ പ്രസ് ചെയ്യാന്ന് പറഞ്ഞു കൊടുത്താൽ അവരത് ചെയ്തോളും. ആ പ്രസിഡന്റ് അവിടെ ഇവിടെയൊക്കെ പിടിച്ച് ഞെക്കും, ആകെ കുളമാവും. മനു ഏതാ പ്രസ് ചെയ്യണ്ടേ? പ്രിന്റിൽ പ്രസ് ചെയ്യട്ടെ. ഓക്കെ അല്ലേ? കൈയടിക്കുന്നു. കളറിൽ അടിച്ചവരുടെ കണ്ടില്ലേ? ഓൾ ദി ബെസ്റ്റ് മനു. ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ചേച്ചി ചിരിക്കുന്നുണ്ട്. ഒന്ന് പോടാ. ചായ ഉണ്ട്. ശരി, കാണാം. അവൻ വർഗീസേട്ടൻ വിളിച്ചിട്ട് അകത്തേക്ക് പോയി തോന്നുന്നുണ്ട്. കുരുത്തം കെട്ടവനെ, തോന്നിയാസം കാണിക്കരുത്. പ്രിന്റർ ശരിയായ എന്റെ അടുത്തൂടെ പറയണോ, അല്ലാതെ ആസാക്കരുത്. വർക്ക് ചെയ്യട്ടാ പ്രിന്റർ ഒന്നും ശരിയായിട്ടില്ലാന്ന്. ഇത് നമ്മൾ കോയമ്പത്തൂർ കളിച്ച പ്രിന്റ് ഇല്ലേ, അതാണ്. അതെങ്ങനെ പ്രിന്ററിന് അകത്തുനിന്ന് ഇറങ്ങി വരുന്നത്? സസ്പെൻസ്. നേരത്തെ ചെയ്ത പരിപാടി. ഒരു സെക്കൻഡ്, പുറത്തുനിന്ന് ആള് വരുന്നുണ്ടോ നോക്കണേ. ആ ലിവർ ഒന്ന് പൊക്ക്. നമുക്ക് റോൾ ചെയ്യാം. ശരിക്കും പെട്ടു എന്നാ വിചാരിച്ച, പക്ഷെ ബോധം വന്ന സമയത്ത് പെട്ടെന്ന് ദയവായിട്ട് തോന്നിച്ചതാ. ഈ ഹെഡും ബോർഡും ഒന്നും വർക്ക് ചെയ്യൂല. പക്ഷെ ഈ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ ഈ റോളറൊക്കെ കറങ്ങുകയും ചെയ്യും, ഷീറ്റും പുറത്തേക്ക് വരും. കമ്പ്യൂട്ടർ ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇതാ ഇപ്പൊ നോക്കിക്കോളെ, പ്രിന്റിന് എല്ലാവരും കാത്തു നിന്നില്ലേ, ആ സമയത്ത് ആരും അറിയാണ്ട് ഞാൻ ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തു.
ഇവനെ ഇങ്ങോട്ട് അയച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാണ് നടക്കില്ല. ഇപ്പൊ എന്തായി? വഴിയെ പോയൊരുത്തൻ തിന്നിട്ട് എല്ലിന്റെ അടി കയറി ഒരു മണകുടാഞ്ച്. അവനെ നിർബന്ധിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഫോട്ടോഷോപ്പ് പഠിപ്പിച്ചു. ഒടുവിൽ അവനെ ഈ മണകുടാഞ്ചനിട്ട് നല്ല വെടുപ്പായി ഒരു പണി കൊടുത്തു. സ്വന്തം നാട്ടിലൊരു സ്ഥാപനം. എന്റെ ആ സ്വപ്നം നീ നശിപ്പിച്ച് ഉണ്ടാക്കിയതൊക്കെ മുടിപ്പിക്കാനല്ലാണ്ട് നിന്നെ കൊണ്ടൊക്കെ എന്തിനാണ്ടാ പറ്റുക? രാഹുലെ രാഹുലെ ആ വിട്ടുകളാളിയാ, നിന്റെ അച്ഛനല്ലേ? നമ്മളൊന്നും തിരിച്ചു പറയില്ല എന്നുള്ള ഈ കലിപ്പൊക്കെ എല്ലാവരുടെ മുന്നിൽ വെച്ചിൽ ഈ കളിയാക്കലാണോ? എല്ലാത്തിനും കാരണം മനുവാ. എന്നെ അങ്ങനെ ആസാക്കിട്ട് അവൻ ഇവിടെ അങ്ങനെ വരച്ചണ്ട. കേറാം. ഇരിക്കി നല്ലോണം അമർന്നിരിക്കും. അങ്ങനെ നീ ഇപ്പൊ ഇങ്ങോട്ട് വാ. നാട്ടുകാരെ മൊത്തം ആസാക്കി എന്നാ നിന്റെ വിചാരം? വർക്ക് ചെയ്യാത്ത ഈ സാധനം വെച്ചോണ്ട് ഈ കളി ഇനിയും തുടരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? പറ്റും വർക്കേട്ടാ. പ്രിന്റർ ശരിയാക്കി എടുക്കാൻ ഒരു വഴി തെളിയുന്നവരെ നമ്മളിതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. നമ്മള് വേണ്ട, നീ ഇനി ഈ പരിപാടി തുടരാനാണ് മോന്റെ പ്ലാനെങ്കിൽ നാട്ടുകാരുടെ തല്ലി നീ ഒറ്റയ്ക്ക് മേടിച്ചാ മതി. ഒരു കുഴപ്പമുണ്ടാവില്ല. കോയമ്പത്തൂരുള്ള പ്രിന്റേഴ്സുമായിട്ട് ഞാൻ സംസാരിച്ചു. നമുക്ക് വരുന്ന ഓർഡറൊക്കെ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് മെയിൽ അയക്കുന്നു. അവരത് പ്രിന്റ് അടിച്ച് ബസ് കയറ്റി വിടുന്നു. നമ്മളത് ടൗണിൽ നിന്ന് കളക്ട് ചെയ്ത് നാട്ടുകാരും അറിയാതെ ഇവിടെ അടിച്ചു കാണുന്ന രീതിയിൽ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു. എങ്ങനെയുണ്ട്? ഉണ്ട പുഴിഞ്ഞ പോലുണ്ട്. എടാ പൊട്ടാ, പെട്ടെന്ന് ഒരാൾ കയറി വന്നിട്ട് ഇപ്പൊ പ്രിന്റ് അടിച്ച് തരണമെന്ന് പറഞ്ഞാൽ നീ എന്തോ ചെയ്യും? ഓ, എന്തൊരു നെഗറ്റീവ് ആണ് നിങ്ങള്. അങ്ങനെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ നമുക്ക് അപ്പൊ നോക്കാം. മനു, ഫസ്റ്റ് വർക്ക് ഇതേ എന്റെ വക. നമുക്കിത് ഇപ്പൊ തന്നെ പ്രിന്റ് അടിക്കാം. അക്ഷയുടെ ബോർഡാ, ഞാൻ ഡിസൈൻ ചെയ്തതാ. പ്രിന്റ് അടിക്കാം. ഇപ്പൊ അടിച്ചു തരാം അല്ലടാ മനു. ഓ, നെഗറ്റീവ് ആവില്ലേ, ബി പോസിറ്റീവ്. ഇപ്പൊ തന്നെ അടിച്ചു വാങ്ങിച്ചിട്ട് പോയാ മതി കേട്ടോ. ഇപ്പൊ പ്രിന്റ് അടിക്കാം. അല്ല ശ്രീജ, ഇപ്പൊ വേണ്ട, നമുക്ക് പിന്നെ ചെയ്യാം. നമുക്ക് പിന്നെ ചെയ്യാം. അല്ല ഇത് ഇപ്പൊ എന്താ കുഴപ്പം? അല്ല ഇപ്പൊ വേണ്ട ശ്രീജ. പ്ലീസ് മനു, ഞാൻ ആദ്യമായിട്ട് ഡിസൈൻ ചെയ്താ. ഇത്രയും വലിയ മെഷീനിൽ ഞാൻ ഒന്ന് കണ്ടോട്ടെ പ്ലീസ് മനു. എന്റെ ഒരു ആഗ്രഹമല്ലേ, ഒന്ന് സമ്മതിക്കും പ്ലീസ്. അത് പ്രശ്നം എന്താന്ന് വെച്ചാ ഇങ്കില്ലേ, പ്രിന്റിംഗ് ഇങ്ക്, അത് തീർന്നിരിക്കുക. നമ്മൾ ഇനോഗ്രേഷന് വേണ്ടിട്ട് തൽക്കാലം കുറച്ച് സംഘടിപ്പിച്ചാണ്. അതുകൊണ്ട് ഇനി പ്രിന്റ് അടിക്കാൻ പറ്റില്ല. ആ ശരി, പക്ഷെ പ്രിന്റ് ചെയ്യുമ്പോ എന്നെ എന്തായാലും വിളിക്കണം. പിന്നെ ഉറപ്പല്ലേ? പ്രോമിസ്? ഉറപ്പായിട്ടും. താങ്ക്സ്. പ്രിയ ഫുട്ബോൾ പ്രേമികളെ, വീഴുമലയുടെ താഴ്വരയിൽ ചെറുനട്ടൂരി ഭഗവതിയുടെ ആശീർവാദം എത്തിക്കിടക്കുന്ന ചിറ്റിലഞ്ചേരിയെ ആവേശത്തിന്റെ അപരാഹ്നങ്ങളിൽ ആറാടിച്ചുകൊണ്ടരങ്ങേറുന്ന 6ാമത് ആട്ടുകണ്ടത്തിൽ അമ്മുക്കുട്ടി മെമ്മോറിയൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ആവേശകരമായ ഉദ്ഘാടന മത്സരം നാളെ വൈകിട്ട് ചിറ്റിലഞ്ചേരി MNKM ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് ചിറ്റിലഞ്ചേരിയുടെ പട്ടക്കുതിരകളായ ചിറ്റിലഞ്ചേരി ടൈഗേഴ്സും PFC ചിറ്റിലഞ്ചേരിയും തമ്മിൽ കടലാസ് പുലികളിൽ നിന്ന് യഥാർത്ഥ പുലികളിലേക്ക് പ്രിയമുള്ളവരെ, അങ്കമുറുകാണ്. ചിറ്റഞ്ചേരി ടൈഗർ ടീമില് ആകെ കളിയറുണ്ടായിരുന്നു ഇത് നമ്മുടെ ഈ മുത്തിനാണ്. അവരെ PSC ടീം അങ്ങോട്ട് പോക്കി. ആ വേട്ടാവിളയും പോയില്ലായിരുന്നെങ്കിലേ ഞങ്ങൾ അവനെ പിടിച്ച് പുറത്താക്കി. ഇത് ഞങ്ങളുടെ ലൈവാ, നീ പോ. എടാ, ഞങ്ങൾക്ക് ഇവിടെ ലൈവ് വലിയ നെയ്മറാന്ന് അവന്റെ വിചാരം. പഴയ കളിയൊന്നുമില്ല. പൈസ കൂടുതൽ കിട്ടിയപ്പോ വളർത്തി വലുതാക്കിയ നമ്മളെ കേട്ടിട്ട് ആ മൈ മറ്റൊരു കൂടെ അങ്ങോട്ട് പോയി. ഈ ഡയലോഗ് ഇത്ര ദിവസം കണ്ടില്ലല്ലോ. ഞങ്ങളുടെ മുത്താണെന്നുണ്ടെങ്കിൽ ഷിയാബ് ഞങ്ങളുടെ സ്വത്താണ്. എവിടെ പുതിയ ഫ്ലെക്സ്? ഞാൻ ഇത് മാറ്റാൻ പറഞ്ഞല്ലേ, വെറുതെ എന്നെ നാട്ടിക്കാനായിട്ട്. 5 മിനിറ്റ് കൊടുത്തിട്ട് ഇപ്പൊ കിട്ടും. 5 മിനിറ്റ് ലൈവ്. 5 മിനിറ്റ്. അതിനുള്ളിൽ ഞങ്ങളുടെ പുതിയ ഫ്ലെക്സ് ഞാൻ ഇവിടെ കെട്ടിയിരിക്കും. എത്രയാണ്? 210. നാളെ ഒരു 10-നും 10:30 ഇടയ്ക്ക് ആയിക്കോട്ടെ. സദ്യ ഉണ്ടാവോ? ഫുൾ എമൗണ്ടും അഡ്വാൻസ് വെച്ചാ നീ. ശരി. അവന്റെ ഒരു ജാടേ. ആ ഫ്ലെക്സിങ് വേഗം എടുത്തോ. ആകെ സീനാണ് അവിടെ. ഇപ്പൊ തരാം. നിന്നെ കൊണ്ടൊക്കെ
പ്രഭു ആടാ മനു എന്തായി ഫ്ലെക്സ് കൊടുത്തുവിട്ട ബസ് എത്തിയോ? മനു ബസ് ഇപ്പൊ വന്നിട്ടുള്ളൂ, ഒരു 10 മിനിറ്റ്. ഞാൻ വേഗം വാടാ, ഞാൻ ഇയാളുടെ അടുത്ത് എന്ത് പറഞ്ഞു നിൽക്കാനാണ്? പിന്നെ നീ വരുമ്പോഴേ നമ്മുടെ ബിൽഡിങ്ങിന്റെ ബാക്കിൽ കൂടെ വന്നാൽ മതി. അതെനിക്കറിയാം. സുരേട്ടാ പ്രിന്റ് അടിച്ചോണ്ടിരിക്കുകയാണ്. സൗണ്ട് കേൾക്കണുണ്ടല്ലോ. ഇപ്പൊ തന്നെ തരാം, നിങ്ങൾ സുരേട്ടാ മറ്റേ ആ ബില്ലൊന്ന് എന്താണ് പ്രഭു? ഓ ഒന്നുമില്ലേട്ടാ. പോയി. സുരേട്ടാ ഒരു 5 മിനിറ്റ്. എന്താണ് 2 മിനിറ്റ് 3 മിനിറ്റ് 4 മിനിറ്റ് 5 മിനിറ്റ് കുറെ നേരം? പ്രഭുവേ, നീ ഇപ്പോഴും ചാട്ട നിർത്തിയില്ലടാ. ഞാൻ പാത്തുമുത്താണ്ടാ. 8 പേര് നിന്നോട് പഠിച്ച പാത്തുമുത്ത് സൂറ. എടോ ഫേസ്ബുക്കിൽ ഞാൻ വാക്ക് പറഞ്ഞു അറിയോ? പോയാൽ പൊടുത്തോണ്ടോ? ടിവിയിൽ ഓലഞ്ഞാലിക്കുരി പാട്ടൊക്കെ വരുമ്പോ നിന്നെ ഞാൻ ഓർക്കും. 8ാം ക്ലാസ്സിൽ നമ്മളൊന്നിച്ച് ഓണപ്പൂക്കളിട്ടതൊക്കെ മറക്കാൻ പറ്റൂടാ? 7ാം ക്ലാസ് തന്നെ പഠിപ്പ് നിർത്തിയാൽ മതിയായിരുന്നു. ആരെ വിളിക്കണ്ട്? പ്രഭു നീ എവിടെയാണ്ടോ? എന്റെ പൊന്ന് പാത്തു, ഒരു അമിതത്തിനൊന്നും ഇപ്പൊ സമയമില്ല. താല്പര്യക്കുറവുകൊണ്ടല്ല, വേറെ വഴിയില്ലാത്തോണ്ടാ. ഇത്തിരി ടൈം കിട്ടുകയാണെങ്കിൽ ഞാൻ വിളിക്കാട്ടോ. നീ പ്രാർത്ഥിക്ക്. ഇത്ര സമയം എടുത്താലും പ്രിന്റിന്റെ ക്വാളിറ്റി എന്റെ ഫോട്ടോ തണ്ണി സൂര്യ, അതാ നിങ്ങളുടെ ഇരട്ട പേര് മാറിപ്പോയി. അടിക്കാൻ വിളിച്ചത് അവിടെ കെട്ടി പൊക്കിക്കൊണ്ടിരിക്കണം. അങ്ങോട്ട് നോക്കി പുറഞ്ഞ പുള്ളി പുറത്ത്. ഫേസ്ബുക്കിൽ ഞാൻ കൊടുത്ത വാക്കും പാലിച്ചു. മനു, കളി കാര്യമായി തുടങ്ങിയിട്ടാ. എന്തായാലും ചെയ്തേ പറ്റൂ. പ്രിന്റ് സൂപ്പർ ആട്ടറാ. റേറ്റ് ഇത്തിരി കൂടുതലാ, എന്നാലും കുഴപ്പമില്ല. വിളിച്ചു പറഞ്ഞപ്പോ അവന്മാരെ നന്നായിട്ട് അടിച്ചു തുടങ്ങി. ഈ ഓർഡർ നമുക്ക് കിട്ടിയില്ലെങ്കിലത്തെ അവസ്ഥ നിനക്കറിയാലോ. പ്രിന്റ് കണ്ടിട്ട് മൂപ്പർക്ക് ഇഷ്ടമായി മതിയായിരുന്നു. വിശ്വട്ടനാ തിരക്കിനിടെ തന്നെ വിളിക്കാൻ വിട്ടുപോയി. നമ്മുടെ ഉദ്ഘാടനത്തിന് വരാവുന്നേറ്റ ആ തെണ്ടി കാല് മാറി. പകരം ഒറ്റപ്പാലത്തുള്ള നമ്മുടെ ആ നടനില്ലേ, ആ ആനന്ദൻ, ആള് വരാവുന്ന ഏറ്റിട്ടുണ്ട്. അപ്പൊ ആളുടെ പേര് വെച്ച് വേണം ഫ്ലക്സ് അടിക്കാൻ. ആ പിന്നെ പരിപാടി ഇന്നാണ്, അത് മറക്കണ്ട. ഉദ്ഘാടകൻ ചത്ത ഇല്ലടാ, മാറി. നീ പേടിക്കാണ്ടിരിക്കും. ആദ്യം നമ്മുടെ പുതിയ ഡിസൈൻ നീ കോയമ്പത്തൂർക്ക് മേലി. വൈകുന്നേരം അവരുടെ ഒരു സെറ്റ് പ്രിന്റ് കൂടെ നമുക്ക് വരാനുണ്ടല്ലോ, അതിന്റെ കൂടെ കൊടുത്തേക്കാൻ പറയാം. ഇറങ്ങി ഇറങ്ങി നിക്കീന്ന് തരാ ദേ പിടിക്കാം. ഒന്ന് ശരി. ഇത് കുറെ ഉണ്ടല്ലോ. പൈസ ഇല്ല, കുഴപ്പമില്ല കുഴപ്പമില്ല, കാണാനുള്ളതല്ലേ. മതി മതി, കുഴപ്പമില്ല. ആ മധു, മനു കിട്ടിയിട്ടുണ്ട്. ആ ബാനറുണ്ട് എല്ലാം ഉണ്ട്. ഓക്കെ. ആ മാലതി ഒന്ന് കാണണമല്ലോ. ശ്രീജിക്ക് തന്നോട് എന്തോ സംസാരിക്കാനുണ്ട്. ഷോപ്പിലേക്ക് വരുമോ? ഇവിടെ ആകുമ്പോ ഫ്രീ ആയിട്ടിരിക്കാം. സമാധാനമായല്ലോ. പക്ഷെ ശ്രീ, ഞാൻ ഇപ്പോഴും പറയണു, എനിക്ക് എന്തോ ഇത് അത്ര ശരിയായി തോന്നണില്ല. ചിക്കലഞ്ചേരി സെന്ററിൽ ഇനിയൊരു പ്രിന്റിംഗ് യൂണിറ്റിന് സ്കോപ്പ് ഒന്നുമില്ലടാ. പക്ഷെ സ്വന്തം നാട്ടിലൊരു സ്ഥാപനം അല്ലേടാ നിന്റെ അച്ഛൻ ആഗ്രഹിച്ചേ. അപ്പോ നടത്തി കൊടുക്കേണ്ടത് നീ തന്നെയല്ലേ? രാവിലെ എന്താ ഇതിൽ എന്തോ കളിയുണ്ട്. ഇതിന് മുമ്പ് ഇവനിങ്ങനെ പോണത് ഞാൻ കണ്ടതാണ്. നീ വണ്ടി എടുക്ക്.
കഴിഞ്ഞില്ലേ? വിഷുടെ ബാനർ ഇതുവരെ എത്തിയിട്ടില്ല. ഇല്ല, അത് വിഷുവിനേറ്റതല്ലേ? താ വന്നേ. ചിഞ്ചിട് ഒന്നും പറ്റിയില്ലോ അല്ലേ? ഇടിച്ചിട്ടിട്ട് മുങ്ങാൻ നോക്കണം. കുട്ടിയെ ഞാൻ ഇടിച്ചിട്ടില്ല, അവന്റെ അടുത്ത് ചോദിച്ചോക്ക്. ഞാൻ ഇടിച്ചാ നിന്നെ. എവിടെ മുട്ടിയത് പറ. എന്റെ വണ്ടി എന്റെ മേത്ത് മുട്ടിയിട്ടില്ല. ഇങ്ങനെ പൂട് വെച്ച് നീ നരകത്തിൽ പോകണ്ട ചെക്ക. ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്റെ ബാഗ് വണ്ടിയിലിരിക്കും. എന്റെ ബാഗ് വണ്ടിയില്. എന്റെ ബാഗ് എന്റെ ബാഗ് എന്റെ ബാഗ് എന്റെ ബാഗ് എന്റെ ബാഗ്. നീ ഇപ്പൊ എവിടെയാ? ഞാൻ ഇപ്പോഴും ആ ചെക്കനെ കൊണ്ട് ആശുപത്രിയിലാണ്. ആ തെണ്ടിച്ചെക്കന് ഒരു കുഴപ്പമില്ലടാ. അവരെന്തിനാണ് ഐസിയു കയറി കിടക്കണമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇവിടുത്തെ MRI സ്കാനർ കേടായതുകൊണ്ട് അതൊഴിച്ച് ബാക്കി എല്ലാ ടെസ്റ്റുകളും ഇവരെന്നെ കൊണ്ട് അടുപ്പിച്ച്. എനിക്കറിയില്ലടാ ഇവിടെ എന്താ പറയുന്നത്. ആ തെണ്ടിച്ചെക്കന് ഒരു സൈക്കോ ഉണ്ടോ? സൈക്കോ. ഈ ഒരു ബില്ല ചേച്ചി, ഞാൻ അവന്റെ ആരുമല്ല. എനിക്ക് അറിയില്ല അവൻ ആരാന്ന്. വിശ്വടം വിളിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ നിന്നെ തിരിച്ചു വിളിക്കാം. ആ വിശ്വടാ, വിശ്വട ഒരു 10 മിനിറ്റ്. ഞാൻ ഇപ്പൊ എത്തിക്കാം. നീ എത്തിക്കൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് വരിക. ഞാൻ വരുമ്പോഴേക്കും നീ ബാനർ റെഡിയാക്കി വെച്ചേക്കണം. മനോഹര, നമ്മളെ വീട്ടിലെ കോഴിക്കൂടിന്റെ മുകളിൽ കുറച്ച് ഫ്ലക്സ് വേണം. രാഷ്ട്രീയക്കാരത് വേണ്ട, സിനിമക്കാരത് മതി. കോഴികൾക്ക് പേടിണ്ടാവാൻ പാടില്ലല്ലോ. മനു, നീ എന്താ ആളുകളെയൊക്കെ കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് വിശ്വട്ടിന് ഇരിക്കും. 5 മിനിറ്റ്. അവൻ എന്റെ കോഴിക്കൂടിന്റെ ഫ്ലക്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വിഷയം? ഒന്ന് വിളിച്ചോക്ക്. എനിക്ക് വിഷയം ആളില്ലേന്ന്. വിശ്വടാ, പ്രിന്റ് റെഡി. നോക്ക് കണ്ട ചേട്ടാ, നിങ്ങളുടെ ഫ്ലെക്സ് ഇതിലുണ്ട്. വന്നെടുത്തു. ആണോ? എന്താ അല്ലേ? അപ്പൊ ഇതൊന്നും ഇവിടല്ലേ അടിക്കണത്? എവിടെന്ന്? ഞാൻ അന്നേ പറഞ്ഞല്ലോ വിശ്വട്ടാ, ഇതൊരുമാതിരി ഫ്രോഡ് സെറ്റപ്പാ. ശരിയാണോടാ? നിങ്ങളിവിടെ പ്രിന്റ് അടിക്കുന്നില്ലേ? മോനെ, എന്നിട്ടാണ് നീ എന്നെ ഇത്ര നേരിട്ട് കുറെ കളിപ്പിച്ചത്? നീ എന്താണ്ടാ വിചാരിച്ചത്? ആളെ പൊട്ടറാക്കാന്നാ? ഇനി വിചാരിക്കാനൊന്നുമില്ല. ആ ഓർഡർ നീ മറന്നേക്ക്. ഈ വിശ്വനിട്ട് പണിയാൻ നോക്കിയിട്ട് ഈ നാട്ടിൽ നീ ഓർഡർ പിടിക്കുന്നു വിചാരിക്കണ്ട. വേറെ തിരക്കൊന്നും കഴിയട്ടെ, നിന്നെ കണ്ടോളാം. എന്താ പറ്റി രമേശാ? എന്താ പ്രശ്നം? നിങ്ങളുടെ പ്രസിഡന്റിനെ ഒക്കെ കൊണ്ടുവന്ന് വലിയ ഉദ്ഘാടനമൊക്കെ നടത്തി നാട്ടുകാരെ പറ്റിക്കാൻ നോക്കിയതാ. ഞങ്ങളത് കൈയോടെ നാട്ടുകാരെ പറ്റിച്ചത്. ഇതിനൊക്കെ പിന്നെ പറ്റിക്കാൻ തന്നെ എന്ത് തേങ്ങയാട്ടാ പറയേണ്ടത്? അന്നേ നിന്നോട് ഞാൻ പറഞ്ഞതാണ് ഇതൊന്നും നിനക്കൊണ്ട് നടക്കില്ലാന്ന്. അപ്പൊ നീ എന്നോട് വലിയ ഡയലോഗ് അടിച്ച് പറഞ്ഞ വാക്കിന് വിലയുള്ള ആണാണെങ്കിൽ നീ ഇപ്പൊ ഇറങ്ങണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ഈ റൂം എടുത്തോളാം. അന്ന് പറഞ്ഞ അതേ അഡ്വാൻസ് അതേ റെന്റ്. കേട്ട നീ ഇനി നാടകം കളിക്കാണ്ട് കടമുറി കാലിയാക്കാൻ നോക്ക്. എന്നെ കൊണ്ട് ഇമാതിരി വണ്ടി വലി പറ്റില്ല. മനുന് ഇതൊക്കെ അന്നേ പറയായിരുന്നില്ലേ? പറയായിരുന്നു. അതെ പറയായിരുന്നു. പിന്നെന്താ പറയാഞ്ഞേ? എനിക്ക് ബിസിനസ് ഒന്നും ശരിയാവില്ല എന്ന് ശ്രീജാനെ പറഞ്ഞല്ലേ. അതിപ്പോ ബോധ്യായില്ലേ? ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. അതെ പറഞ്ഞിരുന്നു, ഇപ്പോഴും പറയുന്നു. മനുവിന് പറ്റിയതല്ലേ ഈ ബിസിനസ്. യു ആർ എൻ ആർട്ടിസ്റ്റ്. അത് ഞാൻ അന്ന് പറഞ്ഞപ്പോ മനു കംപ്ലീറ്റ് റോങ് സെൻസിലെടുത്ത്. അതിന് കാരണം മനുവിന്റെ ഈ കോംപ്ലക്സ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അത് മൂത്ത് പ്രാന്തായതാണല്ലോ ഈ കഴിഞ്ഞതിന്റെ ഒക്കെ ചുരുക്കം. ആർക്കാടി കോംപ്ലക്സ്? ആർക്കാന്ന്? അകലെ കനവിൽ തെളിയും വഴിയേ
ഉയരം തിരയും മനസ്സേ പകലോ തേങ്ങുകയോ ഏതേതോ നോവുകൾ അറിയ തരിനീർ പൊടിയും മിഴിയേ കടലായി മാറുകയോ. ഇത് അഡ്വാൻസിന്റെ പൈസ. ഇതിലൊരു 10,000 രൂപ കയറ്റർക്ക് കൂലിയായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നീ വെച്ചോ, ഞാൻ പിന്നെ വാങ്ങാം. പോയി മറയുകയോ മഴ മുകിടും ഇനി അകലെ എന്നാ ശരി. വേലയുടെ കംപ്ലീറ്റ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഡാഡാ. എന്റെ ആദ്യത്തെ ബൾക്കോട്ടറാണ് നാട്ടിക്കരുത്. So Srija, you can start from next month as our software testing trainee. Congratulations. Thank you, sir. And all the best. കിട്ടി. അടുത്ത മാസം മുതൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഇവിടെ ചെന്നൈ തന്നെ ആയിരിക്കും പോസ്റ്റിംഗ്. ഓർമ്മതൻ കനലാറുമോ ഏതോ കാതം ദൂരെ തൊടാനായി ഒരാളിൻ മുഖം മാത്രമോ അരികിൽ. ശ്രീ ഇനോഗ്രേഷൻ വരെ തന്നെ പിറക്കിയതൊരു മാർക്കില്ല കേട്ടോ. ബട്ട് ശ്രീയുടെ ഒരു ഹെൽപ്പ് എനിക്ക് വേണം. വേണമെങ്കിൽ ഗുരുദക്ഷിണായിട്ട് കരുതിക്കോ. വേലയുടെ കംപ്ലീറ്റ് വർക്ക് ഞങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ തിരക്ക് കഴിയുന്നവരെ ശ്രീ ഒന്ന് വന്ന് ഡിസൈനിങ്ങിൽ ഇരിക്കുകയാണെങ്കിൽ ശ്രീ വരില്ലേ? മോഹരവാടിയിൽ മോഹമായി മെല്ലെ വരുമോ പുലരികളോ ആദ്യത്തെ അടവാളിനെ തെറ്റിക്കാന്ന് പറഞ്ഞാൽ അത് നടക്കില്ല മനോ, നടക്കില്ല. എന്നെ കൊണ്ട് ഞാൻ അന്നെ പറഞ്ഞല്ലേ. കഴിഞ്ഞ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന നമ്മുടെ പ്രഭുവിനെ കണ്ടപ്പോ പറഞ്ഞതേ. ഇതിപ്പോ രാഹുൽ എന്ത് തേങ്ങയാണോ ചെയ്തു വെച്ചേക്കണേ? ഇതൊന്നും ശരിയാവില്ല. എന്നെ അന്ന് സെൻഡ് ചെയ്ത് കാണിച്ചിരുന്നു. അതുപോലെ വേണമെന്നാ പറയുന്നത്. ആള് മാറിയത് പുള്ളി അറിഞ്ഞിട്ടില്ല. ഇതിപ്പോ കുറെ പേര് അയലോടോ ഇങ്ങനെ മാല കുന്തം. അതെ, പണി അറിയാവുന്ന ആരെങ്കിലും പിടിച്ച് ജോലിക്ക് വയ്ക്ക്. വെറുതെ സമയം കളയാ. എടോ വിശ്വ, ഇതൊന്നും ശരിയാവില്ല. അന്നൊക്കെ യവന്മാര് നേരെയാണല്ലോ ചെയ്തോണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ മതി. ഇല്ല യവന്മാരുടെ മുഴുവൻ ഓർഡർ ക്യാൻസൽ ചെയ്യാം. ഒന്നും പറയണ്ട. ഇതൊന്നും ശരിയാവില്ല. വണ്ടിയാണ് മെയിൻ സ്പോൺസറാ ഇയാൾ. ഒഴിഞ്ഞാ പിന്നെ എല്ലാരും ഒഴിയും. എന്താ പ്രശ്നം? പക്ഷെ അത് ചെയ്തത് നമ്മളല്ല. പിന്നാരാ? ഇത് തന്നെയാണ്. ഓ അതെയോ? മനു, ഞാൻ തനിക്ക് ഒരു എമൗണ്ട് അന്ന് അഡ്വാൻസ് ആയി തന്നില്ലേ? അയ്യോ ചേട്ടാ, അത് അല്ല, ഞാനത് ചോദിക്കാൻ വന്നതല്ല. താനത് തന്നില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ പകരം തനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. വേറൊന്നുമല്ല, വേല കഴിയുന്നതുവരെ ഇവരുടെ പുതിയ ഷോപ്പില് ഡിസൈനറായിട്ട് താനും നിൽക്കണം. അവിടെ വരുന്നവർക്കെല്ലാം മനുവിന്റെ ഡിസൈനാണ് ആവശ്യം. ഒന്ന് വരാൻ നോക്ക്. നീ ഒന്ന് ആലോചിച്ചിട്ട് പറ, വൈകിക്കണ്ട. അപ്പൊ ശരി. അന്നത്ര അഡ്വാൻസ് വാങ്ങിച്ചത് അത് ഞാൻ ഒപ്പിച്ചു തരാം. നീ പോവേന്നും വേണ്ട. പിന്നെ ശരി. പണ്ട് നിന്റെ അച്ഛനെ അന്വേഷിച്ച് ദൂരേന്ന് വരെ ആളുകൾ വരും ബോർഡ് ചെയ്യിക്കാനേ. അച്ഛൻ ചെയ്ത അതിനൊരു പ്രത്യേക ചന്തം ഉണ്ടെന്നാ എല്ലാരും പറയാറ്. ഇന്നിപ്പോ അവര് നിന്നെ അന്വേഷിച്ച് വന്നപ്പോഴേ അമ്മയ്ക്ക് അതാ ഓർമ്മ വന്നത്. നീ പോണം മനു. അതിലൊരു മാനക്കേടും സംഭവം നല്ല കോമഡി. അവനൊരു ഡിസൈനറായിട്ട് വരാൻ പോവന്ന്. നിനക്ക് എന്താ രാഹുലെ? കോംപ്ലക്സിന് കൈയും കാലും വെച്ച കക്ഷിയാ ഇവിടെ വന്ന് ഡിസൈനറായിട്ട് നിക്ക്. സ്വപ്നത്തെ പോ.
ആ മനു വാ വാ നീയല്ലേ പറഞ്ഞത്? ബൈ. വാ വാ ഇരിക്കേ. രാഹുലേ ഞാനിത് റഫാ ചെയ്താ ഇവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിക്കോ. മനുവേ നീ ആ ഫയൽ അങ്ങനെ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്തോ, എന്നിട്ട് ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് തുടങ്ങിയാൽ മതി. നോക്കട്ടെ, ഇതെത്ര പോരാ ജോയിയെ, കുറച്ചുകൂടെ കളറൊക്കെ വേണം. ചോദിക്കണ പണം തരണല്ലേ കുട്ടിയെ, അപ്പൊ 2-3 കളർ കൂടുതലിട്ടാലെന്താ? നോക്കട്ടെ. ആ ശരിയാ ചായ, ഡിസൈൻസ് അത്ര പോരാ കേട്ടോ. നീ നോക്കിയേ. ശരിയാ, പിങ്ക് കളറായിരുന്നേ കുറച്ചുകൂടെ ചിരിക്കണില്ല. അത്ര പോരാ കേട്ടോ. ഈ കുട്ടിയുടെ കളർ ആൾക്കാരുണ്ടോ? ശരിയാ, അതാ ഇപ്പൊ ഈ കുട്ടി ചിരിക്കണുണ്ടല്ലോ. ജോയ് സാറിന് ഡിസൈൻ ഒക്കെ കാണിച്ചു, അവർക്കെല്ലാം ഇഷ്ടമായി. സൂപ്പർ, ഗുഡ് ജോബ്. കണ്ട് പഠിക്കടാ. ഇല്ല, ആള് ചെയ്തു. എന്നാ ചേട്ടൻ വരും. കുഴപ്പമില്ല, ആള് ചെയ്തു. ഞാൻ തന്ന ലിസ്റ്റില് മെയിൻ സ്പോൺസർമാർ 18 പേരില്ലേ, അവരുടെയൊക്കെ ബോർഡുകൾ മാത്രം ഇവിടെ 2 വശത്തായിട്ട് വെക്കുക. ബാക്കി ബോർഡുകള് കംപ്ലീറ്റും വേലപ്പറമ്പിന് ചെയ്യാലോ. വേല തിരക്ക് ഒറ്റ ദിവസം കൂടിയേ ഉള്ളൂ. വേലയുടെ അന്ന് വെളുപ്പിന് പറയെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ എത്തും. കംപ്ലീറ്റ് ബോർഡുകളും അപ്പോഴേക്കും ഇവിടെ ഉണ്ടാവണം. പാർട്ടികളെ ഡിസൈൻ തരാൻ കുറച്ച് വൈകി, അല്ലെങ്കിൽ പ്രിന്റൊക്കെ നേരത്തെ അടിക്കായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഇന്നും നാളെ കൊണ്ട് എല്ലാം തീരും. പക്ഷെ ഇവിടെ പറഞ്ഞ സമയത്ത് തന്നെ ബോർഡുകൾ കയറിയിരിക്കും. ഇനി ബസ് ഉണ്ടാവില്ല. കുഴപ്പമില്ല, ഓട്ടോ വരും. ഓട്ടോ 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 ഓട്ടോ. ഓട്ടോ ഓട്ടോ ഓട്ടോ. ഏയ് ഓട്ടോ. നിർത്തിയില്ല. മനു ഇവിടെ ഡിസൈനറായിട്ട് വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ചെന്നൈയില് ജോലി ശരിയായിന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ആ, വേല കഴിഞ്ഞാൽ ഞാൻ പോവും. നല്ല കമ്പനിയാ, ലീജിങ് മൾട്ടിമീഡിയ. മനു, ഞാൻ ഓട്ടം വരണ്ട. ആ നാളെ കാണാം. നാളെ കാണാം. ചില കാര്യങ്ങളൊക്കെ അമ്മമാര് പറയണ കേട്ട അത് ഇങ്ങനെ ഇരിക്കും. എന്റെ അമ്മ സൂപ്പറാണ്. അമ്മയ്ക്ക് ചെറുപ്പം മുതൽ ഇതുപോലെയുള്ള ഉപദേശങ്ങൾ എനിക്ക് തന്നോടായിരുന്നു. തന്നിരുന്നല്ലോ, നീ കേട്ടു തുടങ്ങിയത് ഇപ്പോഴാണെന്ന് മാത്രം. ഇവിടെ കുറച്ചുകൂടെ. നിർത്തി. മനു, മനു, നിന്നെ എത്ര നേരം വിളിക്കണം? നിന്റെ ഫോൺ എന്താ എടുക്കാത്തത്? ഞാൻ കണ്ടില്ലടാ. എന്തുപറ്റി? ഇതാരാണ് വന്നിരിക്കണം നോക്ക് നീ.
நான் பாலக்காட்டுல இருக்கேன். இங்க இருந்து திருச்சூருக்கான வருந்தது. ஓகே மனோ, ஏமாத்திட்டு போயிட்டேன்னு നമ്മുടെ நினைச்சேன். പ്രിന്റർ ശരിയാക്കാനുള്ള ഫുള്ള് സംഭവമായിട്ടാണ് ആള് വന്നിരിക്കുന്നത്. നാട്ടിൽ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അത് വെച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ ഏറെയൊക്കെ കുറച്ച് ടൈം വേണ്ടിയിരുന്നത്. പക്ഷെ അതൊക്കെ പറഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ വിശ്വസിക്കില്ല. அதனாலதான் நான் யார்ட்டையும் சொல்லாம போயிட்டேன். ஆனால் அன்னு പറഞ്ഞതിനേക്കാൾ അഡ്വാൻസ്ഡ് ഹെഡും സ്പാറ്റ്സും ഉള്ള ഇருக்கு. ക്ലോത്തിൽ വരെ ഇനി നിങ്ങൾക്ക് പ്രിന്റ് അടിക്കാം. എത്ര ഷാജാന്റെ ബിൽഡിംഗിൽ പുതിയ റൂം മുഴുവൻ ഉണ്ട്. നമുക്ക് അവിടെ തുടങ്ങാന്ന്. അലിഭായ്, നിങ്ങൾ വന്നത് തന്നെ വലിയ സന്തോഷം. പക്ഷേ വീണ്ടും ഇനിയൊരു യൂണിറ്റ് തുടങ്ങാൻ ഞാനില്ല. മനു, എന്താണ് ഭായ്? പെട്ടെന്ന് ഒരു മുടിവ് എടുക്കേണ്ട. അത് വരയ്ക്കും അത് ഇങ്ങനെ ഇരിക്കട്ടോ. മണ്ണൂട്ട് സൊല്ലേ. മനു ഡാ, കാണിക്കരുത്. ഇത്രയ്ക്ക് ഒരു ഉത്തരവാദിത്തം വേണ്ടേ? ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യാം. എത്ര ലക്ഷം രൂപയുടെ സാധനമാണെന്ന് വല്ല ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? ബാംഗ്ലൂർ ഇത്രയും സാധനം കെട്ടിപ്പറക്കി ഞാൻ ഇവിടെ പ്രിന്ററിന്റെ മെയിൻ ബോർഡ് അടിച്ചു പോയി. പ്രിന്റ് അടിച്ചോണ്ടിരിക്കുവായിരുന്നു. അതിനിടയ്ക്ക് ആ ശ്രീജന ഒരു അബദ്ധം പറ്റി. താനൊന്നും പറയണ്ട. താൻ ആ പ്ലഗ് കുത്തിയപ്പോ സ്പാർക്ക് വരുന്നത് ഞാൻ കണ്ടതാ. ഇതൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മെഷീൻസ് ആണ്. ഇത്ര കെയർലെസ് ആയിട്ട് അതും ഈ സമയത്ത് പ്രശ്നമാണ്. ടെക്നീഷ്യന്മാർ നാളെ രാവിലെ എത്തുള്ളൂ. ഇന്ന് മുഴുവൻ അടിച്ചാലും തീരാത്തത്ര പ്രിന്റ് ബാക്കിയുണ്ട്. നാളെ രാവിലെ വേലപ്പറമ്പിൽ ബോർഡ് കയറിയിട്ടില്ലെങ്കിലേ മൊത്തം പ്രശ്നമാവും. നിനക്ക് വല്ല കാര്യമുണ്ട്? ഏത് സമയത്താണ് പ്ലഗ് കുത്താൻ തോന്നിയത്? രാഹുലെ, പറ്റിയത് പറ്റി. അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ എന്താണ് കാര്യം? പറ്റിയത് പറ്റിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്റെ കമ്പ്യൂട്ടറിന് മുന്നിൽ നിന്ന് ഡിസൈൻ ചെയ്ത പരിപാടിയല്ല. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പ്രിന്റ് മൊത്തം തീർക്കണം. നിന്നെ കൊണ്ട് പറ്റുമോ? എടാ, നമുക്ക് പുറത്തു കൊടുത്ത് അടിച്ചൂടെ? ഒരു മെഷീനൊക്കെ ട്രബിൾ വരുമ്പോ എല്ലാരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ? പാലക്കാട് കോയമ്പത്തൂരുള്ള മിക്ക ടീമുകളെ വിളിച്ചു നോക്കി. ഇന്ന് തന്നെ വേണമെന്ന് പറഞ്ഞപ്പോ ആർക്കും പറ്റില്ല. ഇത്രയും സ്ക്വയർ ഫീറ്റ് ഇല്ലേ, സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാന്ന് വെച്ചാൽ ഉത്സവ സീസൺ അല്ലേ, ഒരു രക്ഷയില്ല. ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഡിസൈൻ ചെയ്യണം. അല്ലാതെ അതൊന്നും കയറി പിടിക്കാനുണ്ട്. എത്ര നഷ്ടം വരാൻ നിനക്കറിയോ? രാഹുലെ, ഒരു നഷ്ടവും വരില്ല. നിങ്ങൾ പറഞ്ഞ സമയത്ത് പറഞ്ഞ രീതിയിൽ പ്രിന്റ് അടിച്ച് തരുന്ന ഒരാള് എന്റെ കയ്യിലുണ്ട്. പറക്കേട്ടാ, അലിബായി ഇപ്പൊ എവിടെ എത്തിയിട്ടുണ്ടാവും? എന്തിനാ ഈ മാത്രം നിങ്ങൾ നീയാകും. പോയ കാലം ഒരു പാഠമാകും. ഇന്നോരോന്നും വെട്ടമാകും. ആ വെട്ടമെന്നത് ഈ ഗോളമാകും. ഈ ഉലകം വിരികുന്ന മരങ്ങളിൽ മുന്നിൽ കണക്ക് പതുകുന്ന നരികൾ വന്നു തേടി എന്തും ഈ കൈകൾ മാനം താങ്ങി നിർത്തും. മനു, അലിബായ് എളുപ്പത്തു. ആള് നിന്ന് ഇതൊക്കെ ഫിക്സ് ചെയ്താലും നമ്മുടെ കളികളൊക്കെ നടക്കുള്ളൂ. പേടിക്കണ്ട. ബായ് പോയത് തൃശ്ശൂർക്കാണ്. പെട്ടെന്നൊരു ടാക്സി എടുത്ത് വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ശരി. ഇപ്പൊ സമയം 10:30. ഇനി ഒരു മണിക്കൂർ അതിനുള്ളിൽ ബായ് ഇവിടെ എത്തും. ഇവിടെ വന്ന് സ്പേസ് ഒക്കെ പഠിപ്പിക്കാൻ ബായ്ക്ക് ഒരു 1.5 മണിക്കൂർ മതി എന്നല്ല പറഞ്ഞു. എന്ന് വെച്ചാൽ ഒരു 1-1.15 ആകുമ്പോഴേക്കും നമുക്ക് പ്രിന്റ് തുടങ്ങാൻ പറ്റും. രാഹുൽ പറഞ്ഞ കണക്കനുസരിച്ച് ഇത്രയും പ്രിന്റ് നമുക്ക് രാത്രി ഒരു 10-10:30 ആകുമ്പോഴേക്കും തീർക്കാൻ പറ്റും. വിചാരിക്കണ പോലൊക്കെ നടന്ന നാളെ നേരം വെളുക്കുമ്പോഴേക്കും വേലപ്പറമ്പ് കംപ്ലീറ്റ് നമ്മുടെ ബോർഡുകളായിരിക്കും. പ്ലാനിംഗ് ഒന്നും വേണ്ട. ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇതാണ് വഴി. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അത്ര തന്നെ നോക്കാം. രാഹുൽ, മനു എന്തായി? പ്രിന്റ് പിന്നെന്താ, ഞാനിപ്പോ അവരുടെ അടുത്താ. എന്നാൽ ഇത് ഏതാണ് പാർട്ടി? രാഹുലിന് പ്രിന്റ് കിട്ടിയാ പോരെ? അപ്പൊ ഇവിടുന്ന് പ്രിന്റ് ചെയ്യണമെന്ന് അവന്മാർക്ക് അറിയില്ല. എന്താലേ, ഒരിക്കൽ ഈ വർക്ക് കൈവിട്ട് പോയി. അവസാനം കറങ്ങി തരുന്നത് എന്റെ അടുത്ത് തന്നെ എത്തി. ഈ വർക്ക് നീ തന്നെ ചെയ്യണം. നെല്ലിക്കുളത്തമ്മന്റെ തീരുമാനം ഉണ്ടവനും. മനോ, ഇങ്കും മെറ്റീരിയൽസും ഞാൻ കോയമ്പത്തൂർ വിളിച്ച് ബസ്സിൽ കയറ്റിവിടാൻ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും വിട്ട് പാലക്കാടിൽ നിന്ന് കളക്ട് ചെയ്യണം. ഞാൻ മാക്സിമം 1 hour അവിടെ എത്തും. ശ്രീജ പേടിക്കണ്ട. പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് പ്രിന്റ് എത്തിക്കാം. എടാ സുധി, ആ 10-10 ഒരു 100 വേണം. എന്റെ സുധി, ആ വലുതൊക്കെ ആദ്യം അടിക്ക്. എന്തായി? പറഞ്ഞ സമയത്ത് തന്നെ ബോർഡുകൾ കയറിയിരിക്കും. ഓക്കെ. ആടാ മനു, അയ്യോ പണി കിട്ടിയല്ലോടാ. കുതിരാനിലെ ബ്ലോക്ക് ചെയ്യപ്പെടാണ്ട് പാലക്കാട് എത്തുകയെന്ന് വെച്ചാല് അതൊരു ഭാഗ്യം തന്നെ കേട്ടോ. സാറേ, ബ്ലോക്ക് അവിടെ നിന്ന് തീരുന്നു തോന്നില്ലേട്ടാ. എന്ത് ബ്ലോക്ക് അത്? ഇനിയിപ്പോ എന്താടാ മനു ചെയ്യുക? അലിബായ, അലിബായ്. ഹലോ மனோ, இவட ரேஞ்ச் குறைவா. பிளாக் கிளியர் ஆகிறதுக்கு ரொம்ப நேரம் ஆகும் போல இருக்கு. இப்ப நான் என்ன பண்றதுன்னு தெரியல. ஹலோ മനോ. അലിബായ്, ഈ സാധനമൊക്കെ എനിക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റുമെന്ന് ചോദിച്ചാ പറ്റും. കഴിഞ്ഞ ഉടനെ തിരിച്ചോണം. മനു, പിടിച്ചോ.
അതൊക്കെ ഇതാ ரிமூவ் பண்ணியாச்சா? ஹெட் பிளேட்ல 5 ஸ்க்ரூ இருக்கும். அந்த 5ஐயும் எடுக்கணும். ஸ்க்ரூ ரொம்ப டைட்டா இருக்கும். கொஞ்சம் ஃபோர்ஸ் அப்ளை பண்ணாதான் வரும். ஓகே அலி இது கலக்கு പതുക്കെ ചെയ്താ മതി. എല്ലാ സ്ക്രൂവും എടുത്താ അഴിച്ചോണ്ടിരിക്കാം. ഇതിൽ ഏറ്റവും അവസാനം അതും കൂടെ എടുക്കട്ടെ? അതേ എടുക്കണോ? ശരി, റെഡി. എടുത്തു അലി ബൈ. இப்ப அதுக்குள்ள இருக்கிற டேமேஜ் ஆன ஹெட்ஸ் எல்லாத்தையும் ரிமூவ் பண்ணணும். முதல்ல அந்த ஹெட்ல இருக்கிற கேபிள்ஸ் எல்லாத்தையும் வெளியிடு. മനു ഇത് ഫ്ലെക്സ് അല്ല ക്ലോത്ത് പോലെ ഉണ്ട്. നിങ്ങൾ ഇത് ഏത് കാലത്താ ഫ്ലെക്സ് ഒക്കെ ബാൻ ചെയ്യാൻ പോവല്ലേ? ഇനി ക്ലോത്ത് ആണ് ട്രെൻഡ്. അത് അടിക്കാൻ പറ്റിയ അഡ്വാൻസ് ടെക്നോളജിയാ ഇപ്പൊ നീ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അലിബൈ ഒരു കോള് വരുന്നുണ്ട്, ഒന്ന് ലൈനിൽ നിൽക്കണേ. ശരിപ്പാ. എടാ മനുവിടെ ഫ്രെയിംസ് ഒക്കെ റെഡിയായി തുടങ്ങി. നീ ആ പ്രിന്റ് ഇപ്പൊ തന്നെ കൊടുത്തിടാൻ തുടങ്ങിക്കോ. എന്നാലേ പറഞ്ഞ സമയത്ത് ബോർഡ് കയറ്റാൻ പറ്റുള്ളൂ. അലിബൈ പറ. പ്രിന്റ് ഇപ്പൊ അപ്പോഴൊക്കെ 10 മിനിറ്റ് തീർക്കാൻ നോക്ക്. ചേച്ചി എന്താണ് സംഭവം? വിഷയം നേരാക്കാണ്. വിഷയം സമയം 1:30 ആയിന്ന്. ഇപ്പോഴെങ്കിലും പ്രിന്റ് അടിച്ചു തുടങ്ങിയ തീരുള്ള വർക്ക് ആയിട്ട്, അല്ലെങ്കിൽ കംപ്ലീറ്റ് കയ്യിന്ന് പോകും. ടൈറ്റാണ്. അലിബായ് ബോർഡ് 2 ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഹെഡും കേബിൾസും പിടിപ്പിക്കണം. அந்த பாக்ஸ்ல இருக்க அதை எடுத்துக்க. ഇനിയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മണോ. ഹെഡ് വളരെ സെൻസിറ്റീവാ. ചെറിയ അസ്ത്രത്താ മതി, ലക്ഷ്യങ്ങൾ പോയി കിട്ടും. நான் சொல்றது நீ கவனமா கேளு, ஒன்னும் பயப்பட வேண்டாம். 8 ஹெட்டுகளும் கரெக்டா அந்தந்த ஸ்லாட்டுகளில் തന്നെ പിടിപ്പിക്കണം. എന്നിട്ട് ബോർഡിന് ഹെഡിലേക്ക് 3 കേബിളുകളാ ഉള്ളത്. ടാറ്റാ കേബിൾ, പവർ കേബിൾ, കോംബോലെക്സ് കേബിൾ. അത് പരസ്പരം മാറാതെ പിടിപ്പിക്കാൻ ശ്രദ്ധിക്കണം. മാറിക്കൊടുത്താ പണി കിട്ടും. ശ്രദ്ധിച്ചു. ശരി വാ. അവനെന്ത് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? ഇതെന്തോ കളിയാ രാഹുലെ. പ്രിന്റ് അടിക്കുന്ന എവിടുന്നെന്ന് പറയാത്തപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചതാ. പിന്നെ നമുക്കറിയാത്ത ഏത് പ്രിന്റിംഗ് യൂണിറ്റ് എവിടെ? ഉത്സവ സീസൺ അല്ലേ, ഫുൾ ടൈറ്റ് വർക്കാ, എങ്ങും നടക്കൂല. അപ്പൊ എനിക്ക് അറിയാലോ എവിടെയും കിട്ടില്ല എന്നുള്ളത്. എങ്കിൽ പിന്നെ മനുവിനെ നമ്മളെങ്ങനെ വിശ്വസിക്കുക? ഒന്നുകൂടെ നോക്ക്. രാഹുല നീ അറിഞ്ഞ? ഹലോ അലിബായ്, അലിബായ് കേൾക്കുന്നുണ്ടോ? നമ്മളെ റേഞ്ച് പോയതായിരിക്കും. കുതിരാനില് റേഞ്ച് കിട്ടാൻ പണിയാ. അങ്ങോട്ട് വിളിച്ചു നോക്ക്. നീ അങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുക. നമുക്ക് അങ്ങോട്ട് ഫിറ്റ് ചെയ്താലോ മനു? കൊടുങ്കാറ്റിലും ശാന്തനാക്കും. ഇതിന് ചിന്തകൾ പോയ പാതകടലാസ് ചുറ്റുവർണ്ണങ്ങളാക്കും. മുന്നോട്ടേക്ക് അലിബൈനെ ഒന്നുകൂടെ വിളിച്ചു നോക്കാം. കിട്ടുന്നില്ലേ? നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കിയാലോ? രാഹുലു പ്രഭു നീ പോയി ഫ്ലഗ് കണക്ട്. ബെസ്റ്റ്. നിനക്ക് നല്ല പ്രാന്തണ്ടാ. ഇതിലടിച്ചാണ് നീ പ്രിന്റ് വരാന്ന് പറഞ്ഞത്. ഏതിലടിച്ചാ നിനക്ക് പ്രിന്റ് കിട്ടിയാ പോരെ രാഹുലെ? എന്നിട്ട് എവിടെ? ഇപ്പൊ വരും. വാ. എന്താണ്ട് ഇവര് കാണിക്കുന്നത്? അപ്പുറത്തേക്ക് വെച്ചോ, അപ്പുറത്തേക്ക് വെച്ചോ. ഓൺ ചെയ്തോ? ഓൺ ചെയ്തു, ഓൺ ചെയ്തു. ഓണാവുന്നില്ലേ? എന്ത് പറ്റി? ഇത് ഓണാവുന്നില്ല. ഒന്നുകൂടെ ഒന്ന് നോക്ക് മനു. നിന്നൊക്കെ വിശ്വസിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യും? ഞാൻ അപ്പോഴേ പറഞ്ഞാലോ ഇവനെ ഏൽപ്പിക്കണ്ടെന്ന്. ഇപ്പൊ എന്തായി? ഇവന് ഭ്രാന്ത് കണ്ടിക്കാൻ നിങ്ങൾ വരണ്ട. രാഹുൽ പ്ലീസ്. നീ പറഞ്ഞാണ് ശരി. അവന് കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് മൂത്ത് ഭ്രാന്തായതാണ് അവന്. എന്താ പറഞ്ഞേ? കോംപ്ലക്സ് അല്ലേ, കോംപ്ലക്സ്. അത് മൂത്തിട്ട്. കോംപ്ലക്സ് അല്ല, കോംപ്ലക്സ്.
ഭായി പറഞ്ഞൊരു കേബിൾ നമ്മൾ കണക്ട് ചെയ്യാൻ മറന്നുപോയി. ബോർഡിന് ഹെഡിലേക്ക് 3 കേബിളുകളാണ് ഉള്ളത്. ടാറ്റ കേബിൾ, പവർ കേബിൾ, കോംബോലക്സ് കേബിൾ. കോംബോലക്സ് കേബിൾ. കൈകൾ മാനം താങ്ങി നിർത്തും. ഒന്നും നടക്കില്ല. അത്ര മോശം കാര്യമല്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? രാഹുൽ പേടിക്കണ്ട, പറഞ്ഞ സമയത്ത് തന്നെ വേലപ്പറമ്പിൽ ബോർഡുകൾ കയറിയിരിക്കും. രാവിലെ തകർത്തടാ പോനെ. വേലപ്പറമ്പിൽ കമ്മിറ്റിയുടെ കെയർ ഓഫിൽ ഇത്രയധികം ബോർഡുകൾ, അതും പറഞ്ഞ റേറ്റിൽ നീ ക്ലോത്തിൽ അടിച്ചു തന്നപ്പോ ശരിക്കും ഞെട്ടിപ്പോയി. പ്ലാസ്റ്റിക് ഒഴിവാക്കി എക്കോ ഫ്രണ്ട്ലി വേലയെന്നൊക്കെ ഞാൻ മീഡിയക്കാരോട് അടിച്ചു വിട്ടിട്ടുണ്ട്. ക്രെഡിറ്റ് കംപ്ലീറ്റ് നിനക്കാ. ഞാനല്ല വിശ്വട്ടാ, അവനാ മനുവിന്റെ പ്രിന്ററിലായിരുന്നു മൊത്തം അടിച്ച്. കലക്കിടാ മനു, നീ വിശ്വനോട് ക്ഷമിക്കും. അയ്യോ വിശ്വട്ടാ, അങ്ങനെയൊന്നുമില്ല. അങ്ങനൊക്കെ ഉണ്ട്. നിന്നോട് ഞാൻ അന്ന് പറഞ്ഞ വാക്ക് ഇനി എന്റെ കെയർ ഓഫിലുള്ള എല്ലാവർക്കും നിനക്കാ. ബിസിനസ് ഒന്നും എനിക്ക് ശരിയാവില്ല വിശ്വട്ടാ. വർക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിശ്വട്ടിന് ഇവർക്ക് തന്നെ കൊടുക്കണം. അതെന്താ മനു, സ്വന്തമായിട്ട് ഇത്രയും നല്ലൊരു പ്രിന്ററൊക്കെ ഉള്ളപ്പോ? അതൊക്കെ ഞാൻ പ്രഭുവിനെ ഏൽപ്പിച്ചു. പാലക്കാട് സ്വന്തമായിട്ട് ഇവനൊരു പ്രിന്റിംഗ് യൂണിറ്റ് തുടങ്ങാൻ പോവാ. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കിട്ട് നീ എന്താ വനവാസത്തിന് പോവാ? വനവാസമൊക്കെ കഴിഞ്ഞില്ലേ, ഇനി പട്ടാഭിഷേകം. വെൽക്കം ടു ലീച്ചിങ് മൾട്ടിമീഡിയ. ലീച്ചിങ് മൾട്ടിമീഡിയയിലോ? എടാ നമ്മുടെ ശ്രീജ അവിടെയല്ലേ വർക്ക് ചെയ്യുന്നത്? വേൾഡിലെ തന്നെ നമ്പർ 1 ഗെയിം ഡെവലപ്പേഴ്സ് അവര്. ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്താ, പക്ഷെ കിട്ടിയില്ല. മനുവിന് എങ്ങനെ അവിടെ കിട്ടി? ലില്ലിയോ? നമ്മുടെ ഇവിടെ ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ടോ? അപ്പൊ ഡിസൈൻ ഫിക്സ്. താങ്ക് യു സർ. എക്സ്ക്യൂസ് മീ, മനു അല്ലേ? അരെ കോംപ്ലാൻ പോയി, ഞാൻ ലില്ലിയോടോ. ഫാന്റാസ്റ്റിക് വർക്ക്, ഐ ലൈക്ക് ഇറ്റ്. എന്ത് കഴിഞ്ഞ കണ്ടില്ലല്ലോ, വരെയൊക്കെ ഇപ്പോഴുണ്ടോ? സോ ഗൈസ്, ദിസ് is Manu, our new character division head. Believe me, he's a fantastic artist. സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇവന്റെ ക്യാരക്ടർ സ്കെച്ചസ് കണ്ട് ഞാൻ ഫ്ലാറ്റ് ആയിട്ടുണ്ട്. പിന്നെ കുറെ നാളിന് ശേഷം വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഞങ്ങൾ മീറ്റ് ചെയ്തത്. അന്ന് ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് മനു എനിക്ക് കുറച്ച് ക്യാരക്ടർ സ്കെച്ചസ് അയച്ചു തന്നിരുന്നു. ആൻഡ് ദ ഗുഡ് ന്യൂസ് ഈസ്, ഈ സെയിം ക്യാരക്ടർ സ്കെച്ചസ് കാരണമാണ് നമ്മുടെ പുതിയ ഗെയിം പ്രൊജക്ട് അപ്രൂവ്ഡ് ആയത്. സോ താങ്ക്സ് ടു Manu, and I'm sure he can create wonders in all our upcoming projects. Welcome to Legion Multimedia. All the best, man. All the best, Manu. Thank you. ശ്രീ മനു, വാ ക്യാബിൻ കാണിച്ചു തരാം. വാ. അതെ, ഈ ലില്ലി മാഡം മാരീഡ് ആണോ?